Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ആംബുലൻസ് സർവീസ് എവിടെ വരെ എടുത്തേ? ക്രൂയിങ്ങില് ആംബുലൻസ് ഡ്രൈവർ കഴിഞ്ഞു മാം. നെക്സ്റ്റ് ടോപ്പിക് നോൺ എമർജൻസി അറ്റൻഡന്റ്. ഓക്കെ. ഓക്കെ, നമ്മളപ്പോ ക്രൂയിങ് ആണ് പറഞ്ഞത് അല്ലെ. ക്രൂയിങ്ങില് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞിരുന്നു, ഫസ്റ്റ് റെസ്പോണ്ടറും ആംബുലൻസ് ഡ്രൈവറും അല്ലെ. അപ്പൊ അതിലെ ക്രൂയിങ്ങില് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ആ ഒരു സംഭവം നടന്ന ഇടത്തേക്ക് ആദ്യം എത്തുന്ന വ്യക്തി അല്ലെ. അത് ആരും ആവാം. ഇപ്പൊ നമ്മുടെ ആംബുലൻസിന്റെ കൂടെ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് വരുന്ന വ്യക്തിയാവാം, അല്ലെ അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന അല്ലെ ഓഡിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂ ആയിട്ട് അവിടെ തൊട്ടടുത്ത് ആ ഒരു ഏരിയയിൽ വരുന്ന കേപ്പബിൾ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ളവ കൊടുക്കാനായിട്ട് സ്കില്ലുള്ള ആളാവാം. അല്ലെന്നുണ്ടെങ്കിലോ നമ്മുടെ ഏതെങ്കിലും സർവീസസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി വഴി, പോലീസോ ഫയർ ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ഏജൻസികളിൽ നിന്ന് വരുന്ന മെമ്പേഴ്സ് ആവാം. അവരാണ് നമ്മുടെ ഫസ്റ്റ് റെസ്പോണ്ടർ. ആരാണോ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആദ്യം എത്തി ഫസ്റ്റ് എയ്ഡ് പോലുള്ള പ്രഥമ ശുശ്രൂഷകൾ നൽകുന്നത്, അവരെ വിളിക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടർ. അതുപോലെ CPR. എന്താണ് CPR എന്ന് പറഞ്ഞാൽ? കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ. അതുപോലെ AED. എന്താ AED എന്ന് പറഞ്ഞാല്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫൈബ്രിലേറ്റർ അല്ലെ. അതിനെയാണ് നമ്മുടെ ആ ഒരു ഫസ്റ്റ് റെസ്പോണ്ടറിലുള്ളത്. സെക്കൻഡ്, ആംബുലൻസ് ഡ്രൈവറിന്റെ വരുമ്പോൾ ഡ്രൈവറുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈവ് ചെയ്യുക അല്ലെ, വാഹനം ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഡ്യൂട്ടി. പിന്നെ എന്താ പറയുന്നത്? ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നുകൊണ്ട് തന്നെ അവർ ചെറിയ രീതിയിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ്, ഫസ്റ്റ് എയ്ഡ് പോലുള്ള ട്രെയിനിങ് എടുക്കാനുള്ള ട്രെയിനിങ്, ചെറിയ ബേസിക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ കൂടി അവർക്ക് പ്രധാനമായിട്ടും അവരുടെ ജോലി എന്ന് പറയുന്നത് വാഹനം ഓടിക്കുക, ആംബുലൻസ് എന്ന് പറയുന്ന ആ ഒരു വാഹനം ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ ഈ 2-way റേഡിയോ പോലെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് ലഭ്യമായിരിക്കണം. അതുപോലെ ഒരു ആംബുലൻസിൽ എവിടെയാണ് മെഡിക്കൽ സാധനങ്ങൾ, സപ്ലൈസ്, മെഡിക്കൽ പരമായിട്ടുള്ള സാധനങ്ങൾ ആംബുലൻസിൽ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആർക്ക് അറിഞ്ഞിരിക്കണം? ആംബുലൻസ് ഡ്രൈവർ അറിഞ്ഞിരിക്കണം. ഇത്രയുമാണ് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ ഫസ്റ്റ് റെസ്പോണ്ടർ വരെ പറയുന്നത്. തേർഡ് വൺ ആണ് നോൺ എമർജൻസി അറ്റൻഡന്റ്. നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നോൺ എമർജൻസി അറ്റൻഡന്റ്. നോൺ എമർജൻസി അറ്റൻഡന്റ് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിലായിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്? അവരെ നോൺ എമർജൻസി അറ്റൻഡന്റ് പേരിൽ നിന്ന് കണക്ട് ചെയ്ത് പഠിച്ചു നോക്കാം. നോൺ എമർജൻസി അറ്റൻഡന്റ് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസിലായിരിക്കും ഉള്ളത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. നോൺ എമർജൻസി അറ്റൻഡന്റ്, നോൺ എമർജൻസി കേസിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസ് ഏതാ? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് അല്ലെ. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് അല്ലെ. പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആംബുലൻസ് നമ്മൾ പഠിച്ചതല്ലേ ടൈപ്പ്. നമ്മുടെ സെക്കൻഡ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാല് നമ്മള് ഫങ്ഷണൽ ടൈപ്പിൽ പഠിച്ചു. അതുപോലെ തന്നെ ടൈപ്പ് 2 അല്ലെങ്കിൽ ടൈപ്പ് സിയിൽ അല്ലെ ബിയിൽ പഠിച്ചില്ലേ നമ്മള്?
പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റ് ട്രാൻസ്പോർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതായത് അവിടെ അർജന്റ് കെയർ ഉള്ള പേഷ്യൻസിനെ എല്ലാം കൊണ്ടുപോകുന്നത് അല്ലെ, നോൺ അർജന്റ് കെയർ ഉള്ള പേഷ്യൻസിനെ അത് ചിലപ്പോൾ ഒരു സ്ട്രക്ചറിലുള്ളവരായിരിക്കും, വീൽ ചെയറിൽ കിടത്തി അവരെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. പക്ഷെ എന്നാൽ കൂടി അവരുടെ ഒരു എമർജൻസി കേസിലുള്ള ആളുകളല്ല, അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കോ ഡയാലിസിസ് സെന്റർ പോലെയുള്ള കേന്ദ്രങ്ങളിലേക്ക് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ആംബുലൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ സഹായിക്കുന്നതിന് വേണ്ടി ആ ആംബുലൻസിലുള്ള വ്യക്തിയായിരിക്കും നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഓക്കെ, നോക്കിയേ തേർഡ് വൺ, നോൺ എമർജൻസി അറ്റൻഡന്റ്. This role has different levels of training across the world, but these staff are commonly only needed to carry out patient transport duties, which can include structure or wheelchair cases rather than acute care. But non-emergency attendants എന്ന് പറയുന്നത് അവരുടെ പ്രധാന റോള് പല ഡിഫറെന്റ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും വേൾഡിൽ ഇതിനുമായി ബന്ധപ്പെട്ട്. എന്നാൽ പ്രധാനമായിട്ട് ഈ സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടിയാണ്. പേഷ്യൻസിനെ, അത് സ്ട്രക്ചറിലുള്ള പേഷ്യൻസ് ആവാം, വീൽ ചെയറിലുള്ള പേഷ്യൻസ് ആവാം, അത് എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്, റാദർ ദാൻ അക്യൂട്ട് കെയർ. അക്യൂട്ട് കെയർ എന്ന് പറയുന്നത് തീവ്രമായിട്ടുള്ള പരിചരണം, അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുന്ന കണ്ടീഷനുള്ളവരല്ല, തീവ്രമായിട്ടുള്ള പരിചരണങ്ങൾ നൽകേണ്ടവരുമല്ല ഈ ഒരു പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടിയിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചറിലായിക്കോട്ടെ വീൽ ചെയറിലൊക്കെ കിടക്കുന്ന എന്താണ് അർജന്റ് കെയർ കൊടുക്കേണ്ടതല്ലാത്ത പേഷ്യൻസ് അല്ലെ, നോൺ അർജന്റ് കെയർ ആണ് വേണ്ടത്. നോൺ എമർജൻസി കണ്ടീഷനിലുള്ള ഇങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? ഒരിടത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റാഫുകളാണ് നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്. Then depends on provider, they may be instructed in first aid or extended skills such as use of an AED, that is oxygen therapy, and other life saving or palliative skills. അതുപോലെ തന്നെ ആ പ്രൊവൈഡ് ചെയ്യുന്ന അവർ ചില സമയത്ത് ഇവരോട് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് എയ്ഡുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ AED പോലെയുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാനോ ഓക്സിജൻ തെറാപ്പി ഒക്കെ വരുന്ന ആ പേഷ്യൻസിന്റെ ലൈഫ് സേവിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പാലിയേറ്റീവ് സ്കിൽസുമായി ബന്ധപ്പെട്ടൊക്കെ ചെറിയ രീതിയിലുള്ള ഫസ്റ്റ് എയ്ഡോ കാര്യങ്ങളോ കൊടുക്കാനായിട്ട് ചില സമയത്ത് ഇവരോട് നിർദ്ദേശിക്കാറുണ്ട്. അത് എന്തുകൊണ്ടാണ് നോക്കി, എമർജൻസി കവർ when other units are not obtainable or when accompanied by a fully qualified technician or paramedic. അതായത് ഇവിടെ ഒരു എമർജൻസി കവർ എന്തിനു വേണ്ടിയിട്ടാണ്? when other units are not obtainable. ഇപ്പൊ ഈ ഒരു നോൺ എമർജൻസി കേസിൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന് എന്തെങ്കിലും ഒരു എമർജൻസി കണ്ടീഷൻ, ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്തെങ്കിലും പെട്ടെന്ന് മോശമാവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വേറെ ആരും ഇല്ലല്ലോ ആ ഒരു ആംബുലൻസിൽ, ഈ നോൺ എമർജൻസി അറ്റൻഡന്റ് അല്ലേ അവരുടെ കൂടെ ഇരിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? മറ്റ് ആളുകളൊന്നും ആ ഒരു സിറ്റുവേഷൻ ഇല്ല, അവരുടെ ആ ഒരു അവൈലബിലിറ്റി ആ സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? അവരെന്ത് നിർദ്ദേശിക്കാറുണ്ട്? ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള എന്താണ് അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കെയർ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിലോ ഓർ വെൻ അക്കംപൈൻഡ് ബൈ എ ഫുള്ളി ക്വാളിഫൈഡ് ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്, അതായത് ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യനോ പാരാമെഡിക്കിന്റെ ഒക്കെ പ്രസൻസിൽ അവരുടെ നിർദ്ദേശപ്രകാരം ചിലപ്പോൾ അവരോട് എന്ത് ചെയ്യാൻ പറയാറുണ്ട്? ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം അവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ്. നോൺ എമർജൻസി പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ചില കണ്ടീഷൻസിൽ ആ കൊണ്ടുപോകുന്ന സമയത്ത് പേഷ്യൻസിന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് മറ്റാരും അവൈലബിൾ ആയിട്ടില്ല എങ്കിൽ അവരോട് എന്ത് നിർദ്ദേശിക്കാറുണ്ട്? ഫസ്റ്റ് എയ്ഡുകൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്, ഒരു എമർജൻസി കവർ ചെയ്തു കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെ ഒക്കെ പ്രസൻസിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചില രീതിയിലുള്ള ഈ ഓക്സിജൻ തെറാപ്പിയോ AED പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും അവരോട് നിർദ്ദേശിക്കാറുണ്ട്. അല്ലാത്ത കേസുകളിൽ മുഴുവനും എപ്പോഴും പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും പേഷ്യൻസിന് വരുന്ന കണ്ടീഷനിൽ മാത്രമേ അവർക്ക് ഇങ്ങനെയുള്ള ഫസ്റ്റ് എയ്ഡോ കാര്യങ്ങളോ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ. കിട്ടിയോ? നോൺ എമർജൻസി അറ്റൻഡന്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ?
ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് അല്ലെ. അസിസ്റ്റന്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പേരിൽ നിന്ന് സഹായികളല്ലേ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എമർജൻസി കെയർ അസിസ്റ്റന്റ്, ആ പേരുകൾ നിങ്ങൾക്ക് ഒരു 3 എണ്ണം പഠിക്കാനുണ്ട്. ഇത് സെയിം റിലേറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. എമർജൻസി കെയർ അസിസ്റ്റന്റ് പഠിക്കാറുണ്ട്. നെക്സ്റ്റ് വരുന്നത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അപ്പൊ എല്ലാത്തിന്റെയും ഫ്രണ്ടിൽ എമർജൻസി എന്നുള്ളൊരു വേർഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാവുന്ന ഒരു 3 ടേമുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പേരിൽ നിന്നൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവരെപ്പോഴും സഹായികളായിരുന്നു അല്ലെ. ആരെങ്കിലും സഹായിക്കുന്ന ആളുകളെ നമ്മൾ അസിസ്റ്റന്റുകൾ എന്ന് പറയാം. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. Then frontline ambulance drivers who arrive at occurrence in both emergency and non-emergency situations. Their job is to help the technician or paramedic. They are working with carry out their duties such as making up medications, setting up fluids, but not attaching or doing simple observations. അപ്പോ നമ്മുടെ എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആംബുലൻസ് ഡ്രൈവേഴ്സ് എങ്ങനെയാണ്? അവര് എമർജൻസി കേസ് ആണോ നോൺ എമർജൻസി കേസ് ആണോ എന്നൊന്നും നോക്കാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഏതൊരു സിറ്റുവേഷനിലും അവർ ആ വാഹനം ഓടിക്കാൻ തയ്യാറായിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ എന്തൊരു കാര്യം, ഇപ്പൊ പാരാമെഡിക്സ് ആയിക്കോട്ടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, അവിടെ ഉള്ള പാരാമെഡിക്സിനെയും ടെക്നീഷ്യൻസിനെയൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവർ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാ? വർക്കിംഗ് വിത്ത് carry out their duties. അതായത് ഈ ടെക്നീഷ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട് മെഡിക്കൽ ടെക്നീഷ്യൻ, പാരാമെഡിക്സ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ പാരാമെഡിക്സ് ആയിക്കോട്ടെ, അവരവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ വർക്കിനെ സഹായിക്കുന്ന ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? സച്ച് ആസ് മേക്കിംഗ് അപ്പ് മെഡിക്കേഷൻസ്, എന്തെങ്കിലും മരുന്നുകളൊക്കെ മേക്ക് ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടി അവർ സഹായിക്കുന്നു. അതുപോലെ സെറ്റിംഗ് അപ്പ് ഫ്ലൂയിഡ്സ്, ഇപ്പൊ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മെഡിസിൻസ് അവർ മിക്സ് ചെയ്ത് വെക്കാനുണ്ടെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? അതിനു വേണ്ടി സഹായം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? എമർജൻസി കെയർ അസിസ്റ്റന്റുകളാണ്. ബട്ട് നോട്ട് അറ്റാച്ചിങ്. ഇനി അവിടെ ട്രിപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നത്, അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആ പേഷ്യന്റിലേക്ക് കൊടുക്കുന്നത് ഇവരല്ല. ഓക്കെ, അപ്പൊ അവര് എല്ലാം സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിന് വേണ്ടി ടെക്നീഷ്യനോ പാരാമെഡിക്സിനോ ഒക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ വർക്കുകളും ചെയ്യാനായിട്ട് സഹായിച്ച് എല്ലാ കണ്ടീഷനും സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ സജ്ജീകരിച്ച് കൊടുക്കുക മാത്രമാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം? അവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, നമ്മുടെ ആ ഒരു പേഷ്യന്റ് എങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് അവർ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക, നിരീക്ഷണം ഒക്കെ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് ആർക്കുള്ളത്? എമർജൻസി കെയർ അസിസ്റ്റന്റിനുള്ളത്. എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാല് ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ പാരാമെഡിക്സിലേക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് അവരുടെ വർക്കിനെ സഹായിക്കാനായിട്ടുള്ള ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റൻസ്. അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ സഹായികളാണല്ലോ. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ആ ഒരു പാരാമെഡിക്കൽ ടെക്നീഷ്യൻസ് ചെയ്യുന്ന എല്ലാ വർക്കിന്റെയും അസോസിയേറ്റ് അല്ലെങ്കിൽ അവരുമായിട്ട് സഹകരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കുകളൊക്കെ എന്ത് ചെയ്യുന്നു? അവരെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. മെഡിസിൻസിനൊക്കെ വേണമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ ഫ്ലൂയിഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത് എന്താണ് എല്ലാ രീതിയിലും കാര്യങ്ങൾ സജ്ജീകരിച്ചു കൊടുക്കുക മാത്രമാണ് ആര് ചെയ്യുന്നത്? എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ ചെയ്യുന്നത്. ഓർ ഡൂയിങ് സിമ്പിൾ ഒബ്സർവേഷൻസ്. അതുപോലെ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിംറ്റംസ് കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്യുന്നു? സിമ്പിൾ ആയിട്ട് ഒബ്സർവേഷൻ നിരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റൻസ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ആണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടെക്നീഷ്യൻ ആയ അല്ലെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് വന്നു. നോക്കിയേ, ടെക്നീഷ്യൻസ് ആർ ജനറലി ഏബിൾ ടു ഡു എ വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി കെയർ സ്കിൽസ് സച്ച് ആസ് ഡീഫൈബ്രിലേഷൻ. അപ്പൊ ഓരോരുത്തരുടെയും വർക്കുമായി ബന്ധപ്പെട്ട് അവരെ കുറച്ച് ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. ഇവിടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാല് ഇവര് ടെക്നീഷ്യൻസ് ആർ ജനറലി ഏബിൾ ടു ഡു എ വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി കെയർ സ്കില്ലുകള്.
അപ്പോ എമർജൻസി അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ പരിചരണം കൊടുക്കാനായിട്ട് അതിനനുസരിച്ചുള്ള സ്കില്ലുകൾ, അപ്പൊ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്കിൽഡ് ഉള്ള ആളുകളായിരിക്കും ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു എമർജൻസി കേസ് വന്നാണെങ്കിൽ അവർക്ക് എന്തൊക്കെ കെയർ കൊടുക്കണം, അതിന് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അപ്പൊ അവർ എന്തൊക്കെ ചെയ്യണം നോക്കി, എന്തൊക്കെ സ്കില്ലാണ് അവർ പെർഫോം ചെയ്യേണ്ടത്. സച്ച് ആസ് ഡീഫൈബ്രിലേഷൻ. ഡീഫൈബ്രിലേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എന്താ ഡീഫൈബ്രിലേഷൻ? എന്താ ഡീഫൈബ്രിലേഷൻ? അതെ, ഹാർട്ടിനെ റെസ്യൂം ചെയ്യാനായിട്ട് അല്ലെ, പുനരാരംഭിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് ഡീഫൈബ്രിലേഷൻ എന്ന് പറയുന്നത് അല്ലെ, ഡീഫൈബ്രിലേറ്റർ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതുപോലെ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്പൈനൽ കോഡിനെ നിശ്ചലമാക്കുന്ന അവസ്ഥ. അതായത് ഇപ്പൊ സ്പൈനൽ കോഡ് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ പേഷ്യന്റിന് നമുക്ക് എങ്ങനെയാണ് അവരുടെ യാതൊരു വിധ മിനിമൈസ് ദ മൂവ്മെന്റ് എന്നാ പറയുന്നത്. അപ്പൊ അവരുടെ ആ ഒരു മൂവ്മെന്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലെ. അവരധികം അനക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നിട്ട് ഓപ്പറേഷൻ സർജറി ഒക്കെ ചെയ്ത ആളുകളാണെങ്കിൽ അപ്പൊ അവരെ അതുപോലെ എന്താണ് സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ പറഞ്ഞ ആ സ്പൈനൽ കോഡിനെ നിശ്ചലമാക്കുക അല്ലെങ്കിൽ ആ മൂവ്മെന്റ് കുറച്ചുകൊണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ബ്ലീഡിങ് കൺട്രോൾ. ഈ പേഷ്യൻസിന് ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബ്ലീഡിങ് വരികയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. ദെൻ സ്പ്ലിറ്റിംഗ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചേഴ്സ്. സസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സംശയാസ്പദമായിട്ടുള്ള അല്ലെ, നമുക്കറിയാം എന്തെങ്കിലും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒക്കെ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഇപ്പൊ വീടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ കൈക്കോ കാലിനൊക്കെ ഒടിവോ പൊട്ടലൊക്കെ ഉണ്ടാവുമല്ലോ എല്ലിന്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അറിയില്ല, നമുക്ക് അത് വ്യക്തമല്ല അല്ലെ, കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയാലല്ലേ എക്സ്റേ എടുത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ഇന്ന രീതിയിലുള്ള ഒടിവോ അല്ലെങ്കിൽ പൊട്ടലുകളോ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ആ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു സംശയം ഉണ്ടാവും, ഇന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ പൊട്ടൽ ഉണ്ടായേക്കാം അല്ലെങ്കിൽ നമുക്ക് വേദനയുടെ നീരൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഏകദേശം സംശയാസ്പദമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും പൊട്ടലുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രാക്ചർ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുക, ഇതാനക്കാതെ അവരെ അതിന്റെ രീതി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ ഇപ്പൊ ഒരു പൊട്ടലുകളൊക്കെ ഉണ്ട് നമുക്ക് സംശയം തോന്നുന്നത് നമുക്കറിയാലോ. ഇപ്പൊ കാലിലാണെങ്കിൽ കാലനക്കാതെ അവരെന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചുറ്റും കവർ ചെയ്ത് നമ്മൾ അനക്കാതെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായിട്ട് പൊട്ടലുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ സ്കിൽ ഉണ്ടായിരിക്കണം. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻസ് ആൻഡ് ഓക്സിജൻ തെറാപ്പി. ഓക്സിജൻ തെറാപ്പി പേഷ്യൻസിന് ആവശ്യമായിട്ട് വരുമ്പോൾ അത് കൊടുക്കാൻ തയ്യാറായിരിക്കണം. മെഡിസിൻസ് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അത് കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സ്കില്ലുകളും ഉള്ള ഒരു വ്യക്തിയായിരിക്കണം എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. Certain countries split this term into levels. അതായത് ചില കൺട്രികളിൽ ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ടേം 2 ലെവൽ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ സച്ച് ആസ് US കേസാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. US EMT ബേസിക് ഒരു ലെവലിൽ EMT ബേസിക് എന്നുള്ള ലെവലും രണ്ടാമത്തത് EMT ഇന്റർമീഡിയറ്റ് എന്നുള്ള ലെവലും. അപ്പൊ EMT എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ അല്ലെ. അപ്പൊ US ജസ്റ്റ് അതൊന്നും എന്താണെന്ന് മനസ്സിലാക്കി 2 ലെവലായിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ US എല്ലാ കൺട്രീസിലും അല്ല ചില കൺട്രികളിൽ ഈ ടേം തന്നെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 ലെവലാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണാണ് EMT ബേസിക്, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള സ്കില്ലുള്ള ആളുകൾ. അതേസമയം EMT ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ട്രെയിനിങ്ങുകളും കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ള കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് EMT ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 2 ലെവലായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് പറഞ്ഞാൽ ഇവര് ടെക്നീഷ്യൻസ് ആണ്. എന്തില് കേപ്പബിൾ ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആണ്? ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട്
സ്കിൽഡ് ഉള്ള ആളുകളായിരിക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇവര് പ്രധാനമായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ സ്കിൽ എന്തിലൊക്കെയാണ് അവർ പെർഫോം ചെയ്യേണ്ടത്? ഡീഫൈബ്രിലേഷൻ ചെയ്യാനായിട്ട് സ്കിൽ ഉണ്ടായിരിക്കണം. സ്പൈനൽ ഇമ്മൊബിലേഷൻ, സ്പൈനൽ കോഡിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള വ്യക്തികളാണെങ്കിൽ അവരെ എന്ത് ചെയ്യുക? മൂവ്മെന്റ് കുറച്ചുകൊണ്ട്, മിനിമൈസ് ദ മൂവ്മെന്റ് കുറച്ചുകൊണ്ട് അവരെ എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ളവരായിരിക്കണം. ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. അതുപോലെ സ്പ്ലിന്റിംഗ് ഓഫ് സസ്പെക്ടഡ് ഫ്രാക്ചേഴ്സ്, സംശയാസ്പദമായിട്ട് എന്തെങ്കിലും പൊട്ടലുകളോ ഫ്രാക്ചേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു അനക്കൊന്നും ഇല്ലാതെ അനങ്ങാതെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്ന അതുമായി ബന്ധപ്പെട്ട സ്കില്ലുള്ള ആളുകളായിരിക്കണം. ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻസ് ആൻഡ് ഓക്സിജൻ തെറാപ്പി, അതുപോലെ മറ്റു മരുന്നുകളുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് ആവശ്യമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള ആളായിരിക്കണം എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ചില കൺട്രീസിൽ ഇവിടെ ആ ഒരു ടേമിന് 2 ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. US-ലാണെങ്കിൽ അത് EMT ബേസിക് എന്നും EMT ഇന്റർമീഡിയറ്റ് എന്നുമായിട്ട് 2 ലെവലായിട്ട് തിരിച്ചിരിക്കുന്നു. ക്ലിയർ ആയോ? 5th one. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് രജിസ്റ്റേർഡ് നേഴ്സ്. രജിസ്റ്റേർഡ് നേഴ്സ് നമുക്കറിയാം അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ നമ്മള്. ഇൻ സർട്ടൻ സിസ്റ്റം നഴ്സസ് ആർ ദ പ്രിൻസിപ്പൽ പ്രൊവൈഡേഴ്സ് ഓഫ് അഡ്വാൻസ്ഡ് ലെവൽ കെയർ ഓൺ ആംബുലൻസ്. ഒരു ആംബുലൻസുമായി ബന്ധപ്പെട്ട് അതായത് അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കേണ്ട ആംബുലൻസുകൾ, അപ്പൊ കുറച്ചും കൂടി കൂടുതൽ സീരിയസ് ആയിട്ടുള്ള പേഴ്സൺസ്, കുറച്ചും കൂടി കെയർ കൊടുത്തു കൊണ്ടുപോകേണ്ടതായിട്ടുള്ള പേഴ്സൺസിനെ അല്ലെ നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ കെയർ ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്താണ് ആരുടെ പ്രാധാന്യം വരുന്നത്? രജിസ്റ്റേർഡ് നേഴ്സിന്റെ പ്രാധാന്യം വരുന്നത്. Then usually in place of paramedics, പാരാമെഡിക്സ് പോകുന്ന സ്ഥാനത്ത് അവർക്ക് പകരമായിട്ട് അഡ്വാൻസ്ഡ് ലെവൽ കെയർ ഉള്ള ആംബുലൻസുകൾ പോകുന്നത് ആരായിരിക്കും? രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സ് ആയിരിക്കും. നഴ്സസ് മേ ഓൾസോ വർക്ക് ഓൺ ആംബുലൻസസ് ഫോർ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട്, അല്ലെ, ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് ആംബുലൻസുകളിൽ ആര് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും? ഈ രജിസ്റ്റേർഡ് നേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അത് സാധാ നോർമൽ ആംബുലൻസ് അല്ലെങ്കിൽ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആംബുലൻസിലൊന്നും അല്ല, അഡ്വാൻസ്ഡ് മെഡിക്കൽ കെയർ കൊടുക്കേണ്ട ആംബുലൻസുകളിലാണ് രജിസ്റ്റേർഡ് നഴ്സിന്റെ പ്രാധാന്യം ഉണ്ടാവുന്നത്. അപ്പൊ അവര് അവിടെ എന്ത് ചെയ്യണം? കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉള്ളവരാകുമ്പോൾ അവർക്ക് എന്താണ് ഇച്ചിരി കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ അവരെ ആ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടുള്ള കെയർ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ആംബുലൻസ് കെയർ കൊടുക്കുന്ന ആംബുലൻസുകളിലാണ് നേഴ്സസ് വരുന്നത്, രജിസ്റ്റേർഡ് നേഴ്സ് വരുന്നത്. അപ്പൊ അവരവിടെ പേഷ്യൻസിനെ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് അതിന് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? രജിസ്റ്റേർഡ് നേഴ്സ് ഒന്നുകൂടി പറയാം. രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നേഴ്സുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെന്താ നമ്മുടെ അഡ്വാൻസ്ഡ്, അതായത് നമ്മള് ടൈപ്പ് ഡി അഡ്വാൻസ്ഡ് കെയർ, കാർഡിയോ കെയർ ആംബുലൻസ് ഒക്കെ പഠിച്ചില്ലേ? അപ്പൊ ആ ടൈപ്പ് ഡിയിലൊക്കെ എന്താ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള പേഴ്സൺസ്, കുറച്ചുകൂടി കണ്ടീഷൻ കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കേസിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ പാരാമെഡിക്സ് മറ്റു ഇതിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരാണെങ്കിൽ പാരാമെഡിക്സ് വരെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവർ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പാരാമെഡിക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ പാരാമെഡിക്സ് ഒന്നും അല്ല അവിടെയുള്ള ആംബുലൻസിൽ പോകുന്നത്, പകരം അവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും പോവുക. അപ്പൊ അവിടെ എന്താ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ, അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ പേഷ്യൻസിന് പരിചരണം കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ലെവല് പരിചരണം കൊടുക്കുന്ന ആംബുലൻസുകളിലാണ് രജിസ്റ്റേർഡ് നഴ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. അപ്പൊ അവരെ ഗുരുതരാവസ്ഥയിലുള്ള ഓരോ പേഷ്യൻസിനും കൃത്യമായിട്ട് ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കാനായിട്ട് ഈ രജിസ്റ്റേർഡ് നഴ്സിന്റെ സാന്നിധ്യം സഹായിക്കുന്നു. ക്ലിയർ ആയോ അമൃത? ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് പാരാമെഡിക്. Paramedic this is a high level of medical training and often comprises of key skills not allowable for technicians. അതായത് ഈ പാരാമെഡിക് എന്ന് പറയുന്നത് അവരെന്താണ്, എങ്ങനെയുള്ളവരാണ്? ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ
ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഓഫൺ കംപ്രൈസസ് ഓഫ് key skills not allowable for technicians. അതായത് നമ്മുടെ ടെക്നീഷ്യൻസിന് പോലും അനുവദനീയമല്ലാത്ത കുറച്ച് സ്കില്ലുകൾ ഉള്ളവരായിരിക്കും പാരാമെഡിക് എന്ന് പറയുന്നത്. അപ്പൊ ടെക്നീഷ്യൻസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ വരെയും ആര് ചെയ്യുന്നുണ്ട്? പാരാമെഡിക് ചെയ്യുന്നുണ്ട്. അവർ ഹൈലി ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരാണ് പാരാമെഡിക് എന്ന് പറയുന്നത്. സച്ച് ആസ് കാനുലേഷൻ. കേട്ടിട്ടുണ്ടോ കാനുലേഷൻ? നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ ഡ്രിപ്സ് ഒക്കെ ഇടാൻ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ കയ്യിലൊരു ക്യാനുലേക്ക് പ്ലേസ് ചെയ്യാറില്ലേ മീൻസിലേക്ക്, ഇല്ലേ? അത് തന്നെയാണ് കേട്ടോ. അപ്പൊ ക്യാനുലേഷൻ ചെയ്യുക. അപ്പൊ അങ്ങനെ ക്യാനുലേഷൻ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ടെക്നീഷ്യൻസിന് അതൊന്നും അനുവദനീയമല്ല. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യേണ്ടത് അത് പാരാമെഡിക്സ് ആണ് ചെയ്യുന്നത്, അല്ലെ? നമ്മൾ ക്യാനുലേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ക്യാനുലേഷൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് വിത്ത് ഇറ്റ് ദ എബിലിറ്റി ടു അഡ്മിനിസ്റ്റർ എ റേഞ്ച് ഓഫ് ഡ്രഗ്സ് സച്ച് ആസ് മോർഫിൻ. മോർഫിൻ എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാ? വേദന സംഹാരിയാണ് മോർഫിൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ അഡ്മിനിസ്റ്റർ നൽകാനായിട്ട് എബിലിറ്റി ഉള്ള ആളുകളായിരിക്കും പാരാമെഡിക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കുറച്ചും കൂടി ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് പാരാമെഡിക്സ്. അതുകൊണ്ട് തന്നെ ടെക്നീഷ്യൻസിന് പോലും അനുവദനീയമല്ലാത്ത സ്കില്ലുകളും ആർക്കുണ്ടായിരിക്കും? പാരാമെഡിക്സിന് ഉണ്ടായിരിക്കും. അതിലൊരെണ്ണമാണ് നമ്മൾ പറഞ്ഞ ക്യാനുലേഷൻ. ക്യാനുല വെയിൻസിലേക്ക് ക്യാനുല പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡ്രഗ്സ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് കാനുലേഷൻ. അപ്പൊ മോർഫിൻ പോലുള്ള വേദന സംഹാരികളെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്യാനുലയിലൂടെ ഡ്രഗ്സ് അഡ്മിനിസ്റ്റർ ചെയ്യാൻ നൽകാനായിട്ട് സാധിക്കും. അതിന് എബിലിറ്റി ഉള്ള ആളുകളാണ് പാരാമെഡിക്. അതുപോലെ തന്നെ ട്രക്കിയൽ ഇൻറ്റുബേഷൻ. എന്താണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്നറിയോ? ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ട്രക്കിയൽ ഇൻറ്റുബേഷൻ അറിയോ? അതായത് നമ്മുടെ ഈ ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത് അതെ എയർവേ, അല്ലെ? നമ്മുടെ എയർവേസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നോർമൽ ആയിട്ടുള്ള ബ്രീത്തിങ് പറ്റാതെ വരുന്ന, അങ്ങനെയുള്ള ബ്രീത്തിങ്ങിൽ പ്രോബ്ലം വരുന്ന ആളുകൾക്ക് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അതെ, എന്തെങ്കിലുമൊക്കെ കുടുങ്ങിയാൽ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ പറ്റും. ശരിയാണ്. അതുപോലെ അവര് ആ എയർവേ എന്ത് ചെയ്യുക? ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? നല്ല രീതിയിൽ ഇപ്പൊ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ബ്രീത്തിങ്, ആ ഒരു എയർവേ നല്ല രീതിയിൽ ഓപ്പൺ ആക്കി വെക്കാനായിട്ട് നമ്മൾ അവരുടെ മൗത്തിലൂടെയോ അല്ലെങ്കിൽ നോസിലൂടെയോ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ് അവരുടെ ട്രക്കിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും, അല്ലെ? ആ ഒരു ട്യൂബ് എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു ട്യൂബ് ചെന്ന സമയത്ത് എന്താണ്? ആ പേഷ്യൻസിന് നല്ല രീതിയിൽ ആ ട്യൂബ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ പേഷ്യൻസിന് ഓക്സിജൻ അല്ലെങ്കിൽ എയറൊക്കെ കൃത്യമായിട്ട് നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാനും എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു മെത്തേഡാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. അപ്പൊ അവിടെ ആ ഒരു എയർവേ ഓപ്പൺ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നോർമലായിട്ട് ബ്രീത്തിങ് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമുക്ക് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ബ്രീത്തിങ് കാര്യങ്ങളും സുഖമായിട്ട് നടക്കാനൊക്കെ സഹായിക്കുന്ന ഒരു രീതിയാണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ. അപ്പൊ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബുകള് നമ്മുടെ മൗത്തിലൂടെയോ നോസിലൂടെയൊക്കെ എന്ത് ചെയ്യുക? ആ പേഴ്സന്റെ ഉള്ളിലേക്ക് കൊടുക്കുക, ട്രക്കിയയിലേക്ക് കണക്ട് ചെയ്ത് എൻട്രി ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്രക്കിയൽ ഇൻറ്റുബേഷൻ. അത് ഓപ്പൺ എയർവേസ് ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ആയി അല്ലെങ്കിൽ കുടുങ്ങിയിട്ടുള്ള അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതുവഴി എന്ത് ചെയ്യാം? വലിച്ച് പുറത്തേക്ക് കളയാനായിട്ട് സാധിക്കും. അവരുടെ ആ ഒരു എയർവേ എപ്പോഴും ഓപ്പൺ ആക്കി വെച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എയർ അല്ലെങ്കിൽ ഓക്സിജൻ ഒക്കെ ലഭ്യമാക്കുക എന്നുള്ള പ്രധാനമായിട്ടും ഇതിന്റെ ഒരു മീനിങ് ആണ്. അപ്പൊ ജസ്റ്റ് ആ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്നൊന്നും ചോദിക്കില്ല കേട്ടോ. പാരാമെഡിക്സിന് ചെയ്യാൻ പറ്റുന്ന ചില കീ സ്കില്ലുകളാണ് ഇവ. And other skills such as executing a cricothyrotomy. Cricothyrotomy എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, ആരോ നെക്കിലൂടെ ചെയ്യുന്നത്, അല്ലെ? ഈ സെയിം ഇത് തന്നെയാണ്, പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ആയിട്ട് ഇപ്പൊ ബ്രീത്തിങ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമുക്ക് ഈ ട്രക്കിയൽ ഇൻറ്റുബേഷൻ വഴി, അതായത് ട്യൂബ് കണക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ എയർവേ പാസേജ് ഓപ്പൺ ആക്കാം. അല്ലെങ്കിൽ നമ്മുടെ മാസ്ക് പോലെയുള്ള ഇത് ഘടിപ്പിച്ച് നമ്മൾ പറഞ്ഞില്ലേ, അങ്ങനെയും ചെയ്യാം. അപ്പൊ അത് ആ രണ്ട് മെത്തേഡും മാസ്ക് എയർവേ പറ്റാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ട്രക്കിയൽ ഇൻറ്റുബേഷൻ പറ്റാതെ
അത് ഫെയിലിയർ ആവുന്ന കണ്ടീഷനിൽ ഈ രണ്ട് സിറ്റുവേഷൻ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അത് രണ്ടും ഫെയിലിയർ ആവുന്ന കണ്ടീഷനിൽ വരുന്ന പേഷ്യൻസിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് ക്രൈക്കോതൈറോട്ടോമി എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻസ്റ്റെഡ് ഓഫ് ട്രക്കിയിലേക്കല്ല, നേരിട്ട് നമ്മുടെ നെക്ക് വഴിയാണ് നമ്മൾ ആ ഒരു ട്യൂബ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതും ഇതല്ലേ, ഓപ്പൺ ചെയ്യാൻ ആ എന്താണ് എയർവേ ചെയ്യുന്ന ആ ഒരു ഓപ്പണിങ് ആ പാസേജ് നല്ല ക്ലിയർ ആക്കി വെക്കാനും ഓപ്പൺ ആക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എയർ കിട്ടാൻ വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മൾ കഫോക്ക് ചില പേഷ്യൻസിന് ഭയങ്കര ആ ഒരു എയർവേയിൽ കഫോക്ക് വന്നാൽ നമുക്ക് ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ ഈ ഒരു എയർവേസ് ഈ ഒരു ഓപ്പണിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കഫം പോലെയുള്ളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിച്ച് കളയാനായിട്ട് പറ്റും, സക്ക് ചെയ്ത് അല്ലെങ്കിൽ വലിച്ച് കളയാനായിട്ട് സാധിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ക്രൈക്കോതൈറോട്ടോമി. ഇത് നെക്കിലാണ് ചെയ്യുന്നത്. മറ്റു ട്രക്കിംഗ് ഇൻറ്റുബേഷൻ നമ്മുടെ മൗത്തിൽ കൂടിയോ നോസിലൂടെയോ ചെയ്യാം. അതെ, തൈറോയ്ഡ് ഏരിയയിൽ നമ്മുടെ ആ ഒരു കഴുത്തിന്റെ നെക്കിന്റെ ഭാഗത്ത് നമ്മുടെ തൈറോയ്ഡുള്ള ആ ഒരു ഏരിയയില്ലേ, തൈറോയ്ഡ് ആ ഒരു ഏരിയയിൽ ഒരു എന്താണ് ഒരു മുറിവുണ്ടാക്കിയാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ അത് മറ്റു രണ്ട് പ്രൊസീജിയേഴ്സും ട്രക്കിയൽ ഇൻറ്റുബേഷനും അതുപോലെ മാസ് എയർവേസും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെ ഫെയിൽ ആയി പോയി കഴിഞ്ഞാൽ ചെയ്തിട്ടും ശരിയാവാതെ വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ ക്രൈക്കോതൈറോട്ടോമി ചെയ്യുന്നത്. അപ്പൊ ഓരോ പേഷ്യൻസിന്റെയും കണ്ടീഷൻ അനുസരിച്ച് ഏത് മെത്തേഡ് വേണം എന്നുള്ളത് വ്യത്യാസപ്പെട്ടിരിക്കും കേട്ടോ. അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ അങ്ങനെയുള്ള കേസുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആളുകൾ ആരാണ്, പാരാമെഡിക്സ് ആണ്. അപ്പൊ ഇവരൊക്കെ ടെക്നീഷ്യൻസിന്റെ ജോലി പറഞ്ഞപ്പോ നമ്മൾ ഇത് പഠിച്ചില്ലല്ലോ. അപ്പൊ ടെക്നീഷ്യൻസ് കൂടാതെ ടെക്നീഷ്യൻസിന് പോലും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള അനുവദനീയമല്ലാത്ത പല കീ സ്കില്ലുകളും ഉള്ളവരാണ് പാരാമെഡിക് എന്ന് പറയുന്നത്. അവര് ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും. അവരെന്തൊക്കെ ചെയ്യുന്ന അവരുടെ കീ സ്കില്ലുകളാണ് പറഞ്ഞിരിക്കുന്നത്. കാലിബ്രേഷൻ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും, അതുപോലെ ട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കും, അതുപോലെ ക്രൈക്കോതൈറോട്ടോമി ഒക്കെ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ, ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളാണ് പാരാമെഡിക് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് അവർക്ക് എന്തൊക്കെയാണ് അവരുടെ സ്കില്ലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആയോ? 7th one. ഓക്കെ, നെക്സ്റ്റ് 8th one ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. അപ്പൊ പ്രാക്ടീഷണർ എന്ന് പറയുന്ന വേർഡ് കണ്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാലോ. പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരാ? ട്രെയിനിങ്ങുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ, പല ട്രെയിനിങ്ങിലൂടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ നമ്മുടെ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അപ്പൊ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് പൊസിഷൻ ഈസ് ഔട്ട്ലൈൻ ടു ബ്രിഡ്ജ് ദ ലിങ്ക് ബിറ്റ്വീൻ ആംബുലൻസ് കെയർ ആൻഡ് ദ കെയർ ഓഫ് എ ജനറൽ പ്രാക്ടീഷണർ. അപ്പൊ ഒരു ആംബുലൻസിലെ കെയർ കൊടുക്കണം അല്ലെ, ആംബുലൻസുമായി ബന്ധപ്പെട്ട പരിചരണങ്ങൾ കൊടുക്കുന്നതും അതുപോലെ ഒരു ജനറൽ പ്രാക്ടീഷണർ നമ്മുടെ ഡോക്ടേഴ്സ് നൽകുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട് അതിന് രണ്ടിനും ഇടയില് ലിങ്ക് ആയിട്ട് നമുക്ക് ആരെ പറയാം? എമർജൻസി കെയർ പ്രാക്ടീഷണറെ പറയാം. ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് ആർ ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ് ആയിരിക്കും. എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആര് തന്നെയാണ്? എലിജിബിൾ ആയിട്ടുള്ള ഒരു പാരാമെഡിക് തന്നെയാണ്. എന്നാൽ ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹു ഹാവ് ഗോൺ ത്രൂ ഫർദർ ട്രെയിനിങ്. കൂടാതെ ഇവരിപ്പോ ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു പാരാമെഡിക്സ് ആണെങ്കിൽ കൂടി അവർ ആ ഒരു കണ്ടീഷനിൽ നിൽക്കാതെ കുറച്ചുകൂടി ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എലിജിബിൾ ആയിട്ടുള്ള പാരാമെഡിക് ആണ്, എന്നാൽ കൂടി അവരെന്താണ് ആ ഒരു കണ്ടീഷനിൽ മാത്രം നിൽക്കാതെ കുറച്ചും കൂടി ട്രെയിനിങ്ങുകൾ എന്ത് ചെയ്യും അവര് പോയിട്ടുണ്ടാവും. കുറെ ട്രെയിനിങ്ങിലോട്ട് അവർക്ക് അതിനനുസരിച്ച് അവരുടെ അറിവുകളും കൂടും അല്ലെ, അവർക്ക് അതിനനുസരിച്ചുള്ള സ്കില്ലുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് ടു ഡിക്റ്റേറ്റ് മെഡിസിൻസ് ഫോർ ലോങ്ങർ പീരീഡ് കെയർ. അതായത് ലോങ്ങർ പീരീഡ് കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ആന്റിബയോട്ടിക് പോലെയുള്ളവയൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും. അതുപോലെ ആസ് വെൽ ആസ് ബീങ് ട്രെയിൻഡ് ഇൻ എ റേഞ്ച് ഓഫ് അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. അതുപോലെ ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവരുടെ രോഗനിർണയം നടത്താനായിട്ട് എന്തെങ്കിലും ടെക്നിക്ക് ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ ഒരു പ്രത്യേകമായി ഇപ്പൊ എന്തെങ്കിലും പോകുന്ന സമയത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ രോഗം എന്നുള്ളത് പെട്ടെന്നൊക്കെ രോഗനിർണയം നടത്താനായിട്ട് അഡീഷണൽ ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ശരിക്കും എലിജിബിൾ ആയിട്ടുള്ള ഒരു
പാരാമെഡിക് തന്നെയാണ്, എന്നാൽ കൂടി കുറച്ചുകൂടി ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോയിട്ടുള്ളവരും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാരാമെഡിക്സിനേക്കാൾ കുറച്ചും കൂടി ട്രെയിനിങ്ങുകൾ കിട്ടിയിട്ടുള്ളവരായതുകൊണ്ട് തന്നെ അവർ അതിനും കൂടുതൽ കേപ്പബിൾ ആയിട്ടുള്ള സ്കില്ലുള്ളവരായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് പോലെയുള്ള മെഡിസിൻസ്, ഏത് മെഡിസിൻസ് ആണ് അവർക്ക് ലോങ് ടേം പീരീഡിൽ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള സ്കിൽ അവൈലബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള ട്രെയിനിങ്ങുകൾ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ കിട്ടിയിട്ടുള്ളവരാണ് ആരെന്ന് പറയുന്നത് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അപ്പൊ അവര് പാരാമെഡിക്സിനേക്കാൾ കുറച്ചും കൂടി ഉയരത്തിലാണ് അല്ലെ. പാരാമെഡിക് ആണ്, ഒരു എലിജിബിൾ ആയിട്ടുള്ള പാരാമെഡിക് ആണെങ്കിൽ കൂടി കുറച്ചും കൂടി ട്രെയിനിങ്ങുകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു പാരാമെഡിക് ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ, നെക്സ്റ്റ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. നെക്സ്റ്റ് വരുന്നതാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്താ ചെയ്യുന്നത്? ഫിസിഷ്യൻ അസിസ്റ്റന്റ്സ് ആർ സീൻ മെയിൻലി ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആൻഡ് ആർ നോൺ ആസ് ഫിസിഷ്യൻ അസോസിയേറ്റ്സ് ഇൻ സം കൺട്രീസ്. അപ്പൊ നമ്മുടെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഒക്കെ നമ്മുടെ നാടുകളിലല്ല, കൂടുതലായിട്ടും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഒക്കെ കൂടുതലായിട്ട് ഉള്ളത്. അവര് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്ന ഏതാ? ആസ് ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നു. ഇനി the physician assistants mirror the practice of a physician and are able to provide the range of medical skills as physician provider. അപ്പൊ ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെയാണ്. അവരെ മറ്റൊരു പേര് അറിയപ്പെടുന്നത് എന്താണ്? ഫിസിഷ്യൻ അസോസിയേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇവരെന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ സാധാരണ ഫിസിഷ്യൻസ് ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ്, അവരുടെ അതേപോലെയുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ അവർ ഡോക്ടർ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെയുള്ള എല്ലാ മെഡിക്കൽ സ്കിൽസും പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് അല്ലെങ്കിൽ PAs എന്ന് പറയുന്നത്. ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിഷ്യൻ ഇല്ലാത്തത് നമുക്ക് പെട്ടെന്ന് ഒരു ഫിസിഷ്യൻ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അവർക്ക് ആരുപയോഗിക്കാം? ഈ PA അല്ലെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റിനെ യൂസ് ചെയ്യാം. കാരണം ഒരു ഫിസിഷ്യൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ മെഡിക്കൽ സ്കില്ലാണ് അവർക്കുള്ളത്, ഡോക്ടറിനുള്ള എല്ലാ മെഡിക്കൽ സ്കില്ലും അല്ലെങ്കിൽ ഫിസിഷ്യനുള്ള എല്ലാ മെഡിക്കൽ സ്കില്ലും ഉള്ള അതൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. They normally work in dissociation with a physician. Though in an ambulance environment, this may not be possible. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു ഫിസിഷ്യൻ, ഇപ്പൊ നമുക്കറിയാം ഫിസിഷ്യനും ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചിരുന്നല്ല, അതായത് ഇവര് വേർപിരിഞ്ഞിരുന്ന അല്ലെങ്കിൽ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് വേർപിരിഞ്ഞിരിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അവർ രണ്ടുപേരും ഒരുമിച്ച്, ഇപ്പൊ നമുക്കറിയാം ഒരു ആംബുലൻസിൽ എല്ലാവരെയും ഇപ്പൊ ഒരു ഫിസിഷ്യനും ഒരു ഫിസിഷ്യൻ അസിസ്റ്റന്റും ഒന്നും എല്ലാവരും കൂടെ ഒരുമിച്ച് ആവശ്യം വരുന്നില്ലല്ലോ, ഏതെങ്കിലും ഒരു വ്യക്തി പോലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആംബുലൻസിൽ അതിനുള്ള സൗകര്യങ്ങളും ഇല്ല. അത് കൂടാതെ തന്നെ ആംബുലൻസിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച്, നമുക്കറിയാം അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ സഹായം അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ എപ്പോഴും ഫിസിഷ്യന്റെ കൂടെയുള്ള സഹായമല്ല, മറിച്ച് ഇങ്ങനെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫിസിഷ്യൻസ് അവൈലബിൾ ആവാത്ത സമയത്ത് അവർ ചെയ്യുന്ന അതേ ഡ്യൂട്ടി അല്ലെങ്കിൽ അതേ മെഡിക്കൽ സ്കില്ലൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. അവരെ നമുക്ക് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആംബുലൻസിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ആംബുലൻസിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഇൻസ്റ്റന്റ് advanced direction or electronic communication is available to PAs to consult with the physicians when needed. അപ്പൊ ഇനി എന്തെങ്കിലും ആംബുലൻസിൽ ചെയ്യുന്ന സമയത്ത് ഈ PAക്ക് എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യകതകൾ ഫിസിഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് അവർ തമ്മിൽ ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ അവര് നേരിട്ട് ഒരുമിച്ചിരുന്നല്ല അവർ വർക്ക് ചെയ്യുന്നത്. ഫിസിഷ്യൻസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് അവർ ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ, മറിച്ച് ഈ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂറോപ്യൻ കൺട്രിയിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ ആംബുലൻസിൽ ഉണ്ടാവുന്ന ഒരു വ്യക്തിയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അവരെ ഫിസിഷ്യൻസിനെ പോലെ തന്നെ എല്ലാ മെഡിക്കൽ സ്കിൽസും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ആ ഒരു ആംബുലൻസ് സർവീസിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യകതകൾ വരികയാണെങ്കിൽ അവർക്ക് ആ ഫിസിഷ്യനുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലേക്ക് കോണ്ടാക്ട് ചെയ്ത് എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഡയറക്ഷൻസ് നൽകാവുന്നതാണ്. കിട്ടിയോ ഫിസിഷ്യൻ അസിസ്റ്റന്റ്? നമ്മുടെ നാടുകളിലല്ല, കൂടുതലും വിദേശ രാജ്യങ്ങളിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റിന്റെ ഉപയോഗം കൂടുതലായിട്ടും വരുന്നത് കേട്ടോ. ലാസ്റ്റ് വണ്ണാണ് ഫിസിഷ്യൻ.
ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഡോക്ടേഴ്സ് അല്ലെ. ഡോക്ടേഴ്സ് മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ്. സ്പെഷ്യൽ ആയിട്ടുള്ള ആംബുലൻസ് യൂണിറ്റുകളിലാണ് ഡോക്ടേഴ്സ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കറിയാം എല്ലാ ആംബുലൻസിലൊന്നും ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടാവില്ലല്ലോ. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആംബുലൻസുകൾ വരുമ്പോഴാണ് ഡോക്ടേഴ്സിന്റെ സേവനം ഉണ്ടായിരിക്കുക. മോസ്റ്റ് നോട്ടബിളി ദ എയർ ആംബുലൻസസ് വിത്ത് ഫുൾ റേഞ്ച് ഓഫ് അഡീഷണൽ സ്കിൽസ് സച്ച് ആസ് യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്. നമുക്കറിയാം ഏറ്റവും മുഖ്യമായിട്ട് കാണുന്നത് ഏത് ആംബുലൻസിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്? എയർ ആംബുലൻസിലാണ് ഫിസിഷ്യന്റെ പ്രസൻസ് ഉണ്ടായിരിക്കുന്നത്. വിത്ത് ഫുൾ റേഞ്ച് ഓഫ് അഡീഷണൽ സ്കിൽസ് സച്ച് ആസ് യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ് അല്ലെ. മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനും കുറിച്ച് കൊടുക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ സ്കില്ലുകളും ഉള്ള ഒരു വ്യക്തിയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ പ്രധാനമായിട്ടും അവർ എവിടെയാണ് മുഖ്യമായിട്ടും കാണുന്നത്? എയർ ആംബുലൻസുകളിലാണ്. ഇപ്പൊ എയർ ആംബുലൻസിൽ കാണുന്ന എയർ ആംബുലൻസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. എയർ ആംബുലൻസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ. മറന്നുപോയാ? ഹെലികോപ്റ്റർ, എയർക്രാഫ്റ്റ് ഒക്കെയാണ് നമ്മുടെ എയർ ആംബുലൻസിന് എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എയർ ആംബുലൻസിലാണ് ഈ ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സഹായം ഉണ്ടാകുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ കേരളത്തില് ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാള്, ഒരു വ്യക്തി, അവർ കിടപ്പിലായി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കേസാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വിദേശത്തായിരിക്കും അതിനുള്ള ബാക്കി ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ വിദേശത്തേക്ക് നമുക്ക് കാറിലോ ട്രെയിനിലോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരെ നമ്മുടെ എയർ ആംബുലൻസുകളിലാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ എയർ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം ഹെലികോപ്റ്റർ ആയിക്കോട്ടെ, നമ്മുടെ എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, അതിനൊക്കെ പ്രത്യേകത എന്താ? ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അവിടെ ഒരു എൻഡിങ് സ്ഥലത്ത് നമ്മളല്ലേ നിർത്തുള്ളൂ. നമുക്ക് ഇടയ്ക്ക് വെച്ച് നമ്മുടെ ബസ്സിലോ കാറിലൊക്കെ പോലെ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഇറങ്ങി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിലേക്ക് കാണിക്കാൻ സൗകര്യം ഉണ്ടോ? ഇല്ല അല്ലെ. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു എൻഡ് സ്ഥലത്തിൽ ചെന്ന് നിൽക്കുള്ളൂ. അപ്പൊ അതിനിടയിൽ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തിനിടയിൽ ആ പേഷ്യന്റിന് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ, അവരുടെ ആ ഒരു സിറ്റുവേഷൻ വേഴ്സൺ ചെയ്യുകയാണെങ്കിൽ, അത് അവരുടെ സിറ്റുവേഷൻ വഷളാവുന്ന കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഉടനെ നമുക്ക് ഒരു ഫിസിഷ്യനെ വിളിക്കാനോ നമുക്ക് നിർത്തി അവിടെ എന്തെങ്കിലും കയറ്റി ട്രീറ്റ്മെന്റ് കൊടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത്, അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആ ഫിസിഷ്യനെ കൂടി ഉൾപ്പെടുത്തിയാണ് ആംബുലൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഫിസിഷ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമാണ് ആ കൊണ്ടുപോകുന്ന വ്യക്തികൾക്ക്. കാരണം എന്താവശ്യം വന്നാലും ഉടനെ അവരൊരു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് അല്ലെ. എന്തെങ്കിലും ആ പോകുന്ന സമയത്ത് ചിലപ്പോൾ 1-2 മണിക്കൂറുകൾ കൊണ്ട് അവർ എത്തേണ്ട സ്ഥലത്ത് എത്തിയേക്കാം. എന്നാൽ കൂടി ആ സമയത്തിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഉടനെ ആവശ്യമായിട്ടുള്ള കെയറും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കാനായിട്ട് ഒരു ഫിസിഷ്യൻ ഇങ്ങനെയുള്ള എയർ ആംബുലൻസുകളും ഉണ്ടായിരിക്കും. അപ്പൊ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡോക്ടേഴ്സ് ആണ്. പ്രധാനമായിട്ടും നോക്കേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ആംബുലൻസ്? സ്പെഷ്യൽ ആയിട്ടുള്ള ആംബുലൻസുകളാണ്, എയർ ആംബുലൻസുകളാണ് ഫിസിഷ്യൻസിനെ കൂടുതലായിട്ട് നമ്മൾ അവരുടെ പ്രസൻസ് കാണാറ്. ക്ലിയർ ആയോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. 10 എണ്ണം ആ ഒരു ക്രൂ ഒന്ന് വേഗം വായിച്ചു നോക്കി. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിലോ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഒന്ന് ചോദിക്കാം കേട്ടോ. നമ്മുടെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ആംബുലൻസ് സർവീസ് നമ്മൾ ജസ്റ്റ് വേഗം ഒന്ന് പറഞ്ഞു പോവാം കേട്ടാ. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ പറഞ്ഞു ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന ആദ്യത്തെ വ്യക്തി അല്ലെ. അതായത് ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അത് CPR പോലെയുള്ളതോ അല്ലെങ്കിൽ AED ഒക്കെ കൊടുക്കാനായിട്ട് സ്കിൽ ഉള്ളവരായിരിക്കണം. അപ്പൊ അവര് ആരുമാവാം അല്ലെ. ആംബുലൻസ് സർവീസിന്റെ ഭാഗമായിട്ട് വരുന്നവരാവാം, അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ പോലീസ് അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികളാവാം. രണ്ടാമത് ആംബുലൻസ് ഡ്രൈവറുടെ പ്രധാന ജോലി എന്താ? വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ എന്തെങ്കിലും ട്രെയിനിങ് കിട്ടിയിരിക്കണം. ട്യൂബ് റേഡിയോ പോലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കണം. അത് ഒരു ആംബുലൻസിൽ എവിടെയൊക്കെയാണ് മെഡിക്കൽ സപ്ലൈസ് സാധനങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവർ അറിഞ്ഞിരിക്കണം. അതാണ് സെക്കൻഡ് പറഞ്ഞത്. തേർഡ് വൺ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും അവരുടെ ജോലി പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രക്ചറിലോ വീൽചെയറിലോ ഉള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, നോൺ അർജന്റ് ആയിട്ടുള്ള നോൺ എമർജൻസി കേസിലുള്ള പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. ചില സിറ്റുവേഷൻസിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിന് എന്തെങ്കിലും
എന്താണ് എമർജൻസി കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റാരും അവൈലബിൾ അല്ല എങ്കിൽ മാത്രം അവർ എന്ത് ചെയ്യേണ്ടി വരും, ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെ പ്രസൻസ് ഇല്ലാത്ത നിർദ്ദേശപ്രകാരം ചില സമയങ്ങളിൽ അവരെ ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള കാര്യങ്ങൾ ലൈഫ് സേവിംഗ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. ഫോർത്ത് വൺ പറഞ്ഞ എമർജൻസി കെയർ അസിസ്റ്റന്റുകളാണ്. അവർ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെ ഒക്കെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കാനുണ്ട്. അവരുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ എല്ലാ രീതിയിലും സഹായിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റുകൾ എന്ന് പറയുന്നത്. അവരെന്തെങ്കിലും മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ഫ്ലൂയിഡ്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യുക, നിരീക്ഷിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ജോലി. ഞാൻ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു എമർജൻസി കേസ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്കില്ലുള്ള ആളുകളായിരിക്കും. അവരെന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്, ഡീഫൈബ്രിലേറ്റേഴ്സ് യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം, സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസ്, അങ്ങനെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ കണക്കാതെ മൂവ്മെന്റ് കുറച്ചുകൊണ്ട് അവരെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് കഴിവുള്ളവരായിരിക്കണം. ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സ്കില്ലുള്ളവരായിരിക്കണം. സംശയാസ്പദമായിട്ട് എന്തെങ്കിലും പൊട്ടലുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പുള്ളതായിരിക്കണം. അതുപോലെ എന്തെങ്കിലും മെഡിസിൻസോ അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പിയൊക്കെ പേഷ്യൻസിന് ആവശ്യമായിട്ട് വരാണെങ്കിൽ അതെല്ലാം കൊടുക്കാനായിട്ട് സ്കിൽഡുള്ള ആളുകളായിരിക്കണം എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. സിക്സ്ത് വൺ ആണ് രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കേണ്ടതായിട്ടുള്ള ആംബുലൻസുകളിലാണ് രജിസ്റ്റേർഡ് നഴ്സ് വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ചും കൂടുതൽ സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനല്ലേ നമ്മൾ അഡ്വാൻസ്ഡ് ലെവൽ കെയർ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള എല്ലാ എക്വിപ്മെന്റ്സുകളും യൂസ് ചെയ്യാനായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളായതുകൊണ്ട് ആ രജിസ്റ്റേർഡ് നഴ്സ് ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് അവർക്ക് നല്ലൊരു ക്രിട്ടിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ആണ് പാരാമെഡിക്കൽ. പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും. അവർക്ക് ടെക്നീഷ്യൻസിന് പോലും അനുവദനീയമല്ലാത്ത കീ സ്കില്ലുകൾ ഉള്ളവരായിരിക്കും പാരാമെഡിക്കൽ എന്ന് പറയുന്നത്. അതിൽ 2-3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കാനുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ, കാനുല പ്ലേസ് ചെയ്യുക, വെയിൻസിൽ കാനുല പ്ലേസ് ചെയ്യുന്നത്, അത് വേദന സംഹാരി പോലുള്ള മോർഫിൻ പോലെയുള്ള ഡ്രഗ്സ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ആ പേഷ്യന്റിലേക്ക് നൽകാനായിട്ട് പറ്റും. അതുപോലെ ട്രാക്കിയൽ ഇന്റുബേഷൻ ആൻഡ് ക്രൈക്കോതൈറോട്ടോമി ഒക്കെ എയർവേസ് ശ്വാസവുമായി ബന്ധപ്പെട്ട ശ്വസന തടസ്സമൊക്കെ അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ എയർവേസ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ 2 മെത്തേഡുകളാണ് ഈ പറഞ്ഞത് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഹൈലി ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും പാരാമെഡിക്സ് എന്ന് പറയുക. നെക്സ്റ്റ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ഇവർ എലിജിബിൾ ആയിട്ടുള്ള ഒരു പാരാമെഡിക് ആണ്, എങ്കിൽ കൂടി അവർ കുറച്ചുകൂടി ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി സ്കിൽഡ് ആൻഡ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരായിരിക്കും. അവർക്ക് ആന്റിബയോട്ടിക്സ് പോലെയുള്ള ഏതൊക്കെ ലോങ് പീരീഡ് കെയർ കൊടുക്കേണ്ട ഏതൊക്കെ മരുന്നുകളാണ്, മെഡിസിൻസ് ആണ് അവർക്ക് കൊടുക്കേണ്ടത് എന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ പുതിയതല്ല അഡീഷണൽ ആയിട്ടുള്ള രോഗനിർണയം നടത്താനുള്ള കുറെ ടെക്നിക്കുകളുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ്ങുകളും സ്കിൽസും ഒക്കെ നേടിയിട്ടുള്ളവരായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ. ദെൻ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് കൂടുതലായിട്ടും ഇവർ യൂസ് ചെയ്യാറുള്ളത്. ഇവരുള്ളത് അവരുടെ മറ്റൊരു പേര് എന്താ, ഫിസിഷ്യൻ അസോസിയേറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട്. ഇവര് ശരിക്കും ഫിസിഷ്യൻസിനെ പോലെ തന്നെ ഫിസിഷ്യൻസ് ചെയ്യുന്ന എല്ലാ മെഡിക്കൽ സ്കില്ലുകളും അറിഞ്ഞിട്ടുള്ളവരായിരിക്കും ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഒരു ആംബുലൻസിൽ ഇങ്ങനെയുള്ള ഫിസിഷ്യൻ അസിസ്റ്റന്റ് പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യകതകൾ വരികയാണെങ്കിൽ അവർക്ക് ഫിസിഷ്യനുമായി നേരിട്ട് ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് വരുന്നതാണ് ഫിസിഷ്യൻ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡോക്ടേഴ്സ് അല്ലെ. അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് യൂണിറ്റുകളിലാണ് അവർ കാണുന്നത്. പ്രധാനമായിട്ടും എയർ ആംബുലൻസുകളിലാണ് ഫിസിഷ്യന്റെ സഹായം ലഭ്യമാകുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ആംബുലൻസ് സർവീസ് നമ്മൾ പഠിച്ച ചാപ്റ്റർ. ഇപ്പൊ ഞാൻ എടുത്ത ചാപ്റ്ററുകളിലും എല്ലാത്തിലും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ ആംബുലൻസ് സർവീസ് എന്ന് പറയുന്നത്. പക്ഷെ പഠിക്കാൻ എളുപ്പമില്ലേ, വലിയ പാടൊന്നും ഇല്ലല്ലോ. പേരുകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റില്ലേ? ഫങ്ഷണൽ ഏരിയക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫങ്ഷണൽ ടൈപ്പുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് എന്തിനു വേണ്ടി, അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ പേര് വെച്ച് കണക്ട് ചെയ്തൊക്കെ ഒന്ന് പഠിച്ചിരുന്നാൽ മതി കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. വലിയ ബുദ്ധിമുട്ട് പാടുള്ളതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങളോട് ചോദിച്ചു
നിങ്ങൾക്ക് ഇനി ഏതൊക്കെ ചാപ്റ്റർ കിട്ടാനുള്ളത്, കംപ്ലീറ്റ് ആവാനുള്ളത് അറിയോ ആർക്കെങ്കിലും? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. മെഡിക്കൽ ടെർമിനോളജി. മെഡിക്കൽ ടെർമിനോളജി. പിന്നെ ഏതാണ്? വെന്റിലേറ്റർ കിട്ടിയോ? ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റൽ വാർഡ്, ICU, വെന്റിലേറ്റർ. ഹോസ്പിറ്റൽ വാർഡ് അല്ലെ? ICU, വെന്റിലേറ്റർ. ICU, ഹോസ്പിറ്റൽ വാർഡ്. മൊത്തം 6 ചാപ്റ്റർ കൂടിയല്ലേ ഉള്ളത് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് ICU സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ICU. ഓക്കെ. അപ്പൊ അതിന് മുൻപായിട്ട് നെക്സ്റ്റ് ക്ലാസ്സും ഞാൻ തന്നെയാണ്. അശ്വതി ടീച്ചർ ലീവാണ്. നെക്സ്റ്റ് ക്ലാസ് ഞാൻ തന്നെ നമുക്ക് ICU സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നോട്ട്സ്. എന്താണ് ജംഷീന? എന്താണ് 3:30 വരെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നേ? കുറച്ച് ഭാഗം നമുക്ക് എടുക്കാം കേട്ടോ. 3:30 വരെ ഒന്നും ഉണ്ടാവില്ല എനിക്ക്. കുറച്ച് ഭാഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം ആ ഒരു ചാപ്റ്റർ. കാരണം നിങ്ങൾക്ക് ഇനി ടൈം കുറവാണ്. നമുക്ക് മാക്സിമം നമുക്ക് പോർഷൻസ് എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അശ്വതി മാം ഇപ്പൊ ഏതാ പ്രസന്റ്ലി എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാ? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പോ നിലവിൽ എടുത്തുകൊണ്ടിരിക്കുന്നതാണോ? ഏതെങ്കിലും ചാപ്റ്റർ ഉണ്ടോ? ലബോറട്ടറി സർവീസ് ആണോ? കംപ്ലീറ്റ് ആവാറായോ ലബോറട്ടറി സർവീസ്? കുറച്ചുകൂടി. ശരി. ഓക്കെ. നമുക്ക് എന്നാ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താം ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കേട്ടോ. ആംബുലൻസ് സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ ബ്രേക്ക് തരാം കേട്ടോ. ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The term ambulance comes from the Latin word. The term ambulance comes from the Latin word. The term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. Yes, very good. Ambulaire. AMBULARE. Ambulaire. Okay. Next question. The most usual mode of ambulance. The most usual mode of ambulance. The most usual mode of ambulance. The most usual mode of ambulance which gives care to patients, which gives care to patients, which gives care to patients with a critical illness or injury. With a critical illness or injury. The most usual mode of ambulance which gives care to patients with a critical illness or injury. Eda? Very good. Emergency ambulance. Emergency ambulance.
emergency ambulance. Okay, third question. Expand EMS. Expand EMS. Expand EMS. Capital letters later. EMS. Expand EMS. Expand EMS. എന്താണ്? എമർജൻസി മെഡിക്കൽ സർവീസസ്. എമർജൻസി മെഡിക്കൽ സർവീസസ് അല്ലെ? ആൻസർ എമർജൻസി മെഡിക്കൽ സർവീസസ്. ഓക്കെ, ഫോർത്ത് വൺ. Which of the following type of ambulance? Which of the following type of ambulance? Which of the following type of ambulance? Which of the following type of ambulance is used to? Which of the following type of ambulance is used to transport a great number of patients? Used to transport a great number of patients. Used to transport a great number of patients. Very good. Ambulance bus. Ambulance bus. Okay. Next question. Fifth question. ഓപ്ഷൻസ് പലതും ഉണ്ടാവട്ടെ. അതിന് ഓപ്ഷൻസും തരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റേതെങ്കിലും ടൈപ്പ് ആംബുലൻസിന്റെ ഒക്കെ പേരുകൾ തന്നിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ ആ ഒരു ആൻസർ മാത്രം ജസ്റ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓപ്ഷൻസ് കണ്ടാലും നിങ്ങൾക്ക് അതിൽ നിന്ന് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. Okay, next fifth question. In which of the following ambulance is used to transport? In which of the following ambulance is used to transport? Which of the following ambulance is used to transport? In which of the following ambulance is used to transport extremely overweight patients? Extremely overweight patients. Extremely overweight patients. In which of the following ambulance is used to transport extremely overweight patients? Extremely overweight patients. ഏതാണ്? Very good. Bariatric ambulance അല്ലെ? Bariatric ambulance. Answers കിട്ടാത്തവരെ എളുപ്പം തന്നെ എഴുതി വെക്കുക കേട്ടോ. Bariatric ambulance. Okay, next sixth question. Psychiatric ambulance. Psychiatric ambulance. Psychiatric ambulance committed to treat. Psychiatric ambulance committed to treat. Psychiatric ambulance committed to treat dash. Psychiatric ambulance committed to treat dash. Psychiatric ambulance committed to treat dash. Very good. Psychiatric emergencies. Psychiatric emergencies. Psychiatric emergencies. Next, seventh question. Based on the level of care, based on the level of care, based on the level of care, road ambulance classified into, based on the level of care, based on the level of care, road ambulance classified into, based on the level of care, road ambulance classified into dash types. Classified into dash types. Very good. 4 types are there. Type A, type B, type C and type D. 4 type are there. Based on the level of care, road ambulance classified into 4 types. Okay, 8th question.
In which of the following type of road ambulance? In which of the following type of road ambulance? In which of the following type of road ambulance? Which of the following type of road ambulance comes under basic life support ambulance? Basic life support ambulance. In which of the following type of road ambulance comes under basic life support ambulance? Very good. Type C. Type C is the basic life support ambulance. The type C is the answer. Type C. 4 ഓപ്ഷൻസിലും 4 ടൈപ്പ് ഉണ്ടാവും. അതിൽ ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. Advanced life support ambulance. Advanced life support ambulance. Advanced life support ambulance, also known as dash. Very good. Cardiac care ambulance. Cardiac care ambulance. Advanced life support ambulance also known as cardiac care ambulance. Last question. The machine used to keep a check on the heart rate of a person. Used to keep a check on the heart rate of a person. A check on the heart rate of a person. Machine used to keep a check on the heart rate of a person. Very good. ECG. Right? ECG ആണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. ഹാർട്ട് റേറ്റ് പേഷ്യൻസ് അല്ല ആളുകളുടെ ഹാർട്ട് റേറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ആണ് ECG. ഡീഫൈബ്രിലേറ്റർ ECG ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നോട്ട്സ് എന്തായാലും അവർ എന്താണെന്നുള്ളത് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് ഏത് മെഷീൻ ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. 10 ക്വസ്റ്റ്യൻസിനും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എല്ലാം ക്ലിയർ ആയോ? 2 3 ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കിട്ടാത്തവരുണ്ടെങ്കിൽ സെക്കൻഡ് ശ്രദ്ധിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The most usual mode of ambulance. The most usual mode of ambulance which gives the most usual mode of ambulance which gives care to patients with a critical illness or injury. The most usual mode of ambulance which gives care to patients with a critical illness or injury. That is the second question. Answer എന്തായിരുന്നു? Emergency ambulance. Okay. Third question. Expand EMS. Expand EMS. EMS and the emergency medical services. Emergency medical services. Okay, fourth question. Which of the following type of ambulance is used to transport? Which of the following type of ambulance is used to transport a great number of patients? Used to transport a great number of patients. Answer: ambulance bus. Okay. 9th question എന്തായിരുന്നു? Advanced life support ambulance also known as dash. Then advanced life support ambulance also known as cardiac care ambulance. Cardiac care ambulance. കിട്ടിയോ? എല്ലാവർക്കും ക്വസ്റ്റ്യനും ആൻസേഴ്സും ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ. ഇതിപ്പോ നിങ്ങൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ കേട്ടോ. നമുക്കൊരു 40 ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. 40 ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. ലീവ് ചെയ്താലും പോകണ്ട. കണ്ടിന്യൂ ചെയ്യോ കേട്ടോ. 5 മിനിറ്റ്സ് ബ്രേക്ക്.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോ ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ICU, എങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ ICUല് പ്രവേശിപ്പിക്കുന്നത്? എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ്? മെസ്സേജ് അയച്ചേ. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ് അല്ലെ, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പരിക്കുകളോ അല്ലെങ്കിൽ രോഗബാധിതരോ ആയിട്ടുള്ള ഒരു എമർജൻസി കണ്ടീഷനിൽ വരുന്ന ആളുകൾ. അതായത് എമർജൻസി കണ്ടീഷനിൽ വരുന്ന നമ്മൾ ഓൾറെഡി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാം അല്ലെ. ഡിപ്പാർട്ട്മെന്റിൽ വെച്ചിട്ടും അവർക്ക് മനസ്സിലാവാണ് ഈ പേഷ്യന്റിനെ നമുക്ക് കുറച്ചും കൂടി പരിചരണം കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ അവർ ഡയറക്റ്റ് അവർ എന്ത് ചെയ്യും, ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, ICU എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താണ് ICU എന്നുള്ളത് ചോദിച്ചാൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ഇന്റൻസീവ് എന്ന് പറയുന്ന വേർഡ് എന്താണ്, തീവ്ര പരിചരണ വിഭാഗം അല്ലെ. ICU എന്ന് പറഞ്ഞാൽ തീവ്ര പരിചരണ വിഭാഗം എന്നൊക്കെ ഹോസ്പിറ്റൽ ഏരിയ വെച്ചിട്ട് കണ്ടിട്ടില്ലേ. തീവ്ര പരിചരണ വിഭാഗം അതായത് ആശുപത്രികളിൽ എത്തിയത് അത്യാഹിത നിലയിൽ എത്തിയ പേഷ്യൻസ്, അത് രോഗങ്ങളായിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയിട്ടുള്ളതാവാം. അപ്പൊ അങ്ങനെ ഏതും ആയിക്കോട്ടെ, അങ്ങനെ ക്രിട്ടിക്കലി അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള അത്യാഹിത നിലയിൽ എത്തുന്ന എല്ലാ പേഷ്യൻസിനെയും പരിചരിക്കുന്നതിനായിട്ട് സ്പെഷ്യലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICUല് തീവ്ര പരിചരണ വിഭാഗമാണ്. അതായത് ഒത്തിരി കോംപ്ലിക്കേഷൻസ് കൂടിയ ആളുകളെല്ലാം നമ്മൾ ICUല് ഇല്ല, അല്ലാത്തവരെയാണെങ്കിൽ നമ്മൾ റൂമിലോ വാർഡുകളിലോ ഒക്കെയാണ് താമസിപ്പിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യുക അല്ലെ. ഇനി അതേസമയം ആ കണ്ടീഷൻ ഒന്നും അല്ല, കുറച്ചും കൂടി കണ്ടീഷൻ കൂടി അല്ലെങ്കിൽ കുറച്ചും കൂടി വേഴ്സണിങ്, അവരുടെ അവസ്ഥ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആണ്, സീരിയസ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഉടനെ തന്നെ നമ്മൾ ICUലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്ത് മാറ്റുന്നത്. അപ്പൊ ICU എന്താണ്? ICU നോക്കിയ ഇൻട്രൊഡക്ഷനില് a unit in a hospital that provides intensive care for critically ill or injured patients, which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. അപ്പോ എന്താണ് ICU എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ICU എന്താണ് ഹോസ്പിറ്റൽ? That's a hospital unit that provides intensive care for critically ill or injured persons. പേഷ്യൻസിന് ക്രിട്ടിക്കലി അതായത് വളരെ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, പരിക്കുകൾ പറ്റിയതോ ഗുരുതരാവസ്ഥയിലുള്ള പരിക്കുകൾ പറ്റിയതോ അല്ലെങ്കിൽ രോഗങ്ങളായിട്ടൊക്കെ വരുന്ന പേഷ്യൻസിന് ഇന്റൻസീവ് കെയർ, വളരെ തീവ്രമായിട്ടുള്ള പരിചരണം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് യൂണിറ്റാ? ഏതാ യൂണിറ്റ്? ആ യൂണിറ്റ് പേരെന്താ? ICU അല്ലെ. ICU അപ്പൊ അത് ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഫസ്റ്റ് സെന്റൻസ് തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. A unit in a hospital that provides intensive care for critically ill or injured patients. ഗുരുതരാവസ്ഥയിലുള്ള രോഗാവസ്ഥയിൽ വന്നവരോ പരിക്കുകൾ ഏറ്റവരോ ആയിട്ടുള്ള ഗുരുതരാവസ്ഥയിലുള്ള അതിതീവ്രമായിട്ടുള്ള അത്യാഹിത നിലയിൽ വന്ന ഓരോ പേഷ്യൻസിനും ഇന്റൻസീവ് ആയിട്ട് വളരെ തീവ്രമായിട്ടുള്ള പരിചരണം കൊടുക്കുന്ന ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. which is operated by specially trained medical staff and has equipment that allows for continuous monitoring and life support. അപ്പോ ഈ ഒരു ICU എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ വരുന്ന പേഷ്യൻസ് അത്രയധികം അത്യാഹിത നിലയിലുള്ള പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫ് സപ്പോർട്ട്, അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ അവരെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം അവരെന്ത് ചെയ്യണം, നിരീക്ഷിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെയൊക്കെ നോക്കാനും അവരുടെ ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും അതായത് ഉള്ള സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അതുപോലെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമായിരിക്കും ICU എന്ന് പറയുന്നത്. ഓപ്പറേറ്റഡ് ബൈ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹാസ് എക്യുപ്മെന്റ്, അതായത് ഡയറക്ട്ലി അവരുടെ ഒരു എമർജൻസി എന്താണ്, അലോസ് ഫോർ കണ്ടിന്യൂസ് മോണിറ്ററിംഗ്
ആൻഡ് ലൈഫ് സപ്പോർട്ട്. നിരന്തരമായിട്ട് അവരെ നിരീക്ഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സപ്പോർട്ടുകൾ കൊടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും പരിചരണങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും സജ്ജമായിരിക്കും. അതുപോലെ തന്നെ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും ICUവിൽ ഉണ്ടായിരിക്കും. And patients may be referred either directly from an emergency department or from a ward if their condition rapidly or immediately after surgery, if the surgery is very invasive and the patient is at high risk of complications. നമുക്കറിയാം ICUവിൽ എല്ലാ പേഷ്യൻസിനെ ഒന്നും നമ്മൾ ICUവിലോട്ട് കഴിച്ചില്ലല്ലോ. ആ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെ പേഷ്യൻസ് അത് എന്തൊക്കെ വരാം. ഇപ്പൊ ഒരു എമർജൻസി കണ്ടീഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന സമയത്ത് ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അവരെന്ത് ചെയ്യുന്നു, അവരെ നിരീക്ഷിച്ച് അവരെന്ത് ചെയ്യും, അവരുടെ ആ ഒരു ഗുരുതരാവസ്ഥ എന്താണെന്ന് നമ്മൾ സോർട്ട് ചെയ്തെടുക്കുന്ന പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് ഈ പേഷ്യന്റ് ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നതോ മറ്റേ സ്ട്രോക്കുമായി ബന്ധപ്പെട്ട് വന്നവരൊക്കെ ആണെങ്കിൽ അവരെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആയിരിക്കും ആദ്യം കൊണ്ടുവരിക. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും ഇത് മറ്റേതാണ് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആണ് ഇവരുടെ കേസ് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവർ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ട് റെഫർ ചെയ്യും, ICUവിലേക്ക് മാറ്റും. അങ്ങനെ ഒരു കണ്ടീഷൻ. രണ്ടാമത്തത് പറയുന്നത് ഇപ്പൊ വാർഡുകളിലോ റൂമുകളിലോ ഒക്കെ മറ്റെന്തെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗവുമായി ബന്ധപ്പെട്ട് വന്ന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയോ അല്ലെ നമുക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ അവർക്കൊക്കെ അവർ ഓൾറെഡി വാർഡിലോ അല്ലെങ്കിൽ നമ്മുടെ റൂമുകളിലൊക്കെ ഹോസ്പിറ്റൽ റൂമുകളിലൊക്കെ താമസിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് പെട്ടെന്ന് എന്തെങ്കിലും അവരുടെ കണ്ടീഷനിൽ കുറച്ചും കൂടി പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും ആവുകയാണെങ്കിൽ ആ കണ്ടീഷൻ കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആവുകയാണെങ്കിൽ ആ സമയത്ത് അവരെയും നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്, ICUവിലേക്ക് മാറ്റാറുണ്ട്. അതുപോലെ തന്നെ വലിയ സർജറി, അതായത് വെരി ഇൻവേഴ്സീവ് ആയിട്ട് വലിയ രീതിയിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള സർജറികൾ. അപ്പൊ അങ്ങനെയുള്ള സർജറികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസ് എപ്പോഴും എങ്ങനെയാണ് ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് ആയിരിക്കും അല്ലെ. അവരുടെ ആ ഒരു കോംപ്ലിക്കേഷന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ കൂടുതലായിരിക്കില്ലേ, അപകട സാധ്യത കൂടുതലുള്ള കേസായിരിക്കും. കാരണം വളരെ ആഴത്തിലുള്ള മുറിവുകളൊക്കെ മുറിവുകളിലൂടെ സർജറി ചെയ്ത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള സർജറി ഒക്കെ ചെയ്ത് നമുക്കറിയാം ഒത്തിരി ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനായിട്ട് ഒരു ഹൈ റിസ്ക് ആണെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ സർജറി കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ സർജറി സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് ICUവിൽ എന്ത് ചെയ്യാറുണ്ട്, അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ICUയുടെ ഇൻട്രൊഡക്ഷൻ നോക്കിയേ, എന്തൊക്കെയാ ICUവിനെ പറ്റി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ICU എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്, ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ്. ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് ക്രിട്ടിക്കലി ഇൽ ഓർ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഷ്യൻസ്, ഗുരുതരാവസ്ഥയിലുള്ള രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റു പരിക്കുകളായിട്ടോ വന്നിരിക്കുന്ന ഗുരുതരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ അത്യാഹിത വിഭാഗ നിലയിലുള്ള പേഷ്യൻസിനൊക്കെ ഇന്റൻസീവ് അല്ലെങ്കിൽ തീവ്ര പരിചരണം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ യൂണിറ്റ് ആണ് ICU എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. വിച്ച് ഈസ് ഓപ്പറേറ്റഡ് ബൈ സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അതുപോലെ അവർക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യാനും അവരെ കണ്ടിന്യൂസ് ആയിട്ട് നിരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലി ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും എവിടെ ഉണ്ടായിരിക്കും, ICUവിനുള്ളിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പേഷ്യൻസിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിന് അവരുടെ കണ്ടീഷൻ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവരെ എന്ത് ചെയ്യും, ഡയറക്ട്ലി എവിടേക്ക് റെഫർ ചെയ്യുന്നത്, ICUവിലേക്ക് മാറ്റും. അതുപോലെ തന്നെ വാർഡിലോ റൂമുകളിലോ ഒക്കെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന താമസിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുന്ന പേഷ്യൻസിന് അവരുടെ കണ്ടീഷൻ പെട്ടെന്ന് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, വഷളാവുകയാണെങ്കിൽ ആ പേഷ്യൻസിനെയും നമുക്ക് എന്ത് ചെയ്യാം, ICUവിലേക്ക് മാറ്റാം. അല്ലെന്നുണ്ടെങ്കിലോ സർജറി, അതായത് വലിയ ഇൻവേസീവ് എന്ന് വലിയ മുറിവുകൾ ഉണ്ടാവുന്ന അല്ലെ സർജറീസ് ഒക്കെ ചെയ്തതിന് ശേഷം അവരെങ്ങനെയാണ് ഹൈ റിസ്ക് ഓഫ് കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണ്. ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും അവർക്ക് വരാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ റിസ്ക് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് സർജറിക്ക് ശേഷം കുറച്ച് ദിവസം ICUവിൽ തന്നെ അഡ്മിറ്റ് ആക്കി ആവശ്യമായിട്ടുള്ള കെയർ ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, റൂമുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ക്ലിയർ ആയോ ഇൻട്രൊഡക്ഷൻ ഭാഗം? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ICU. ഇനി ആരൊക്കെയാണ് ICUവിൽ കെയർ ചെയ്യുന്ന ആളുകൾ? അപ്പൊ
നോക്കിയേ, patient may have a planned admission after surgery. സർജറിക്ക് ശേഷം നമുക്കറിയാം കുറച്ച് കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ സർജറിക്ക് ശേഷം നമുക്കറിയാം ഡോക്ടേഴ്സ് റെഫർ ചെയ്യുകയാണെങ്കിൽ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം സർജറിക്ക് ശേഷം കോംപ്ലിക്കേഷൻ ഉള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ അവരെ കുറച്ച് ദിവസത്തേക്ക് പ്ലാൻഡ് ആയിട്ട് തന്നെ ആ ICUയിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു കോംപ്ലിക്കേഷന്റെ ആ ഒരു റിസ്ക് 2-3 ദിവസത്തേക്ക് അവിടെ താമസിച്ച് റിസ്ക് ഒക്കെ കുറയുന്നതിനനുസരിച്ച് അവർ റൂമിലേക്ക് മാറ്റുള്ളൂ. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള അഡ്മിഷൻ ആണ്. മുൻകൂട്ടി ഡോക്ടർ തീരുമാനിച്ച് നിർദ്ദേശപ്രകാരമാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇനി അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആഫ്റ്റർ ആൻ ആക്സിഡന്റ്, ഒരു പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള, അതായത് പ്രതീക്ഷിക്കാത്ത അല്ലെ, പ്രതീക്ഷിക്കാത്ത ഒരു അഡ്മിഷൻ അല്ലേ അവിടെ വരുന്നത്. നമുക്കറിയാം അതിന് മുൻപ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടക്കാൻ പോകുന്നുണ്ട്, ഒരാളിപ്പോൾ ICUയിലേക്ക് അഡ്മിറ്റ് ആയി വരും എന്നൊക്കെ നമുക്കറിയാൻ പറ്റും ഇല്ല. പ്രതീക്ഷിക്കാതെ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. പെട്ടെന്ന് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആണെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഓർ ബി അഡ്മിറ്റഡ് ഡ്യൂ ടു എ സഡൻ ആൻഡ് ക്രിട്ടിക്കൽ വേഴ്സണിംഗ് ഓഫ് ദിയർ ഹെൽത്ത്. അതുപോലെ അവർക്ക് അതായത് ഇപ്പൊ അവിടെ ഓൾറെഡി അവരുടെ ജോലി ഇപ്പൊ അവിടെ താമസിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരാവാം, അല്ലെന്നുണ്ടെങ്കിൽ വീടുകളിൽ ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നവരാവാം. പെട്ടെന്ന് ഇപ്പൊ നോർമൽ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയോ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളതൊക്കെ വരുമ്പോ അതെന്താണ്, പെട്ടെന്നായിട്ട് അവരുടെ ആ ഒരു കണ്ടീഷൻ വഷളാവുന്ന അവസ്ഥയാണ് അല്ലെ. അപ്പൊ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അവരുടെ കണ്ടീഷൻ ക്രിട്ടിക്കൽ ആവുന്ന, ക്രിട്ടിക്കൽ വേഴ്സണിംഗ് എന്ന് പറഞ്ഞാൽ വഷളാവുന്ന അവസ്ഥയിൽ വരുന്ന ഹെൽത്തുമായി ബന്ധപ്പെട്ട് അവരുടെ കണ്ടീഷൻ കുറച്ചുകൂടി വഷളാവുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ ഉടനെ നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, ഹോസ്പിറ്റലിലെത്തി ICUയിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ICUയില് ഈ പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കെയർ കൊടുക്കുന്നുണ്ട്. അപ്പൊ പേഷ്യൻസ് മേ ഹാവ് പ്ലാൻഡ് അഡ്മിഷൻ, അതായത് സർജറിക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്ലാൻ ചെയ്ത് അഡ്മിറ്റ് ആവുന്നവരുണ്ട്. അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ആക്സിഡന്റുകൾ സംഭവിച്ച് പ്രതീക്ഷിക്കാതെ ICUയിലേക്ക് അഡ്മിറ്റ് ആവുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ പെട്ടെന്ന് നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ കൂടി ഒരു പെട്ടെന്ന് അവരുടെ ഒരു കണ്ടീഷൻ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ് വേഴ്സണിങ് ആവുന്ന, വഷളാവുന്ന അവസ്ഥ വരികയാണെങ്കിൽ അവരെയും നമ്മൾ ഉടനടി ICUയിൽ അഡ്മിറ്റ് ആക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനുള്ള ആളുകളൊക്കെ നമ്മൾ ICUയിൽ അഡ്മിറ്റ് ആക്കാറുണ്ട്. Some hospital ICUs specialize in providing care for particular health conditions or injuries that include. ഇനി ചില ഹോസ്പിറ്റൽ ICUയില് അവര് ചില ഹെൽത്ത് കണ്ടീഷനിലുള്ള കേസുകളൊക്കെ ഒരു പർട്ടിക്കുലർ പ്രധാനമായിട്ട് ചില സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവും. നമുക്കറിയാം ഇപ്പൊ ഏതെങ്കിലും ഓരോ ഹോസ്പിറ്റലിലും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഏരിയ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മുടെ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ചില ഹോസ്പിറ്റലൊക്കെ നമുക്ക് അങ്ങനെയല്ലേ, എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ രീതിയിലുമുള്ള സ്പെഷ്യാലിറ്റി ഒന്നും കിട്ടില്ല. അപ്പൊ ചില കേസുകളിലൊക്കെ അവർ പറയും, അവർ ചില എന്താണ് പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അവര് പറയും ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ബാക്കി ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല, അപ്പൊ നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് അവര് റെഫർ ചെയ്യാറില്ലേ. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിലും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കുറെ മേഖലകളുണ്ട്. അപ്പൊ ഇവിടെ ICUയിലാണെങ്കിൽ പോലും ഓരോ പേഷ്യൻസിനും ചില ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് ചില സ്പെഷ്യലൈസേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ ഏതൊരു കേസ് വന്നാലും അവർ എന്ത് ചെയ്യും, അവർക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടാവും. ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റിയും കാര്യങ്ങൾക്കും അനുസരിച്ച് ഓരോ ഹോസ്പിറ്റലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഹെൽത്ത് കണ്ടീഷൻസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലുകാരെ ICUയില് കെയർ ചെയ്യുന്ന ചില ഹെൽത്ത് കണ്ടീഷനുള്ള പേഴ്സൺസിന്റെ കുറച്ച് കാര്യങ്ങളാണ്, കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേരുകൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അല്ലാതെ എന്താണ് അതൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഫസ്റ്റ് വൺ നോക്കിയേ, ഹെൽത്ത് കണ്ടീഷനിൽ വരുന്ന കാര്യങ്ങൾ ICUയിൽ കെയർ കൊടുക്കുന്നത് സിവിയർ ബേൺസ്. സിവിയർ ബേൺസ് എന്ന് പറയുന്നത് കഠിനമായിട്ടുള്ള പൊള്ളലുകൾ അല്ലെ, കഠിനമായിട്ടുള്ള പൊള്ളലുകൾ വന്നത് അല്ലെ, തീപ്പൊള്ളൽ പോലെയോ അങ്ങനെയുള്ള കഠിനമായിട്ടുള്ള പൊള്ളലുകൾ, മറ്റെന്തെങ്കിലും രീതിയിൽ പൊള്ളലുകൾ വന്നിട്ടുള്ള എന്തെങ്കിലും ഈ വെൽഡിങ് വർക്ക്ഷോപ്പുകളുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ പൊള്ളലുകളൊക്കെ വരാറില്ല. അപ്പൊ അതുപോലെ സിവിയർ ആയിട്ട് വളരെ കഠിനമായിട്ടുള്ള പൊള്ളലുകൾ വന്നിട്ടുള്ള ആളുകൾ അവരെയൊക്കെ നമ്മൾ ICUയിലാണ് കെയർ കൊടുക്കുന്നത്. രണ്ടാമത് റെസ്പിറേറ്ററി ഫെയിലിയർ, ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുന്ന ആളുകൾക്കൊക്കെയാണെങ്കിൽ നമ്മൾ എവിടെ കെയർ കൊടുക്കുന്നത്, ICUയിലല്ലേ കെയർ കൊടുക്കുന്നത്. അതുപോലെ കാർഡിയോ തൊറാസിക് സർജറി. എന്താണ് കാർഡിയോ തൊറാസിക് സർജറി? വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ പഠിച്ചോ നിങ്ങള് കാർഡിയോ തൊറാസിക് സർജറി?
അല്ലെ? നമ്മുടെ തൊറാസിക് ക്യാവിറ്റി, നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയുടെ ഉള്ളിൽ വരുന്ന ഹാർട്ടോ ലങ്സ് മറ്റു പോലുള്ള ഓർഗൻസ് ഒക്കെ അല്ലെ, അതിൽ വരുന്ന ഓപ്പൺ സർജറി ഒക്കെയാണ് കാർഡിയോ തൊറാസിക് സർജറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ഓപ്പൺ സർജറിയിലെ ബൈപ്പാസ് സർജറി, അതുപോലെ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലെയുള്ള ഓപ്പൺ സർജറികളൊക്കെ കാർഡിയോ തൊറാസിക് സർജറിയിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഓപ്പൺ സർജറി ഒക്കെ കഴിഞ്ഞ ആളുകൾ അവരെയും നമ്മൾ എവിടെയാ ICU തന്നെയാണ് കെയർ കൊടുക്കുന്നത്. അതുപോലെ കോംപ്ലക്സ് സ്പൈനൽ സർജറി, നമ്മുടെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നട്ടലുമായി ബന്ധപ്പെട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരെയും നമ്മൾ എവിടെ കെയർ കൊടുക്കുന്നുണ്ട്? ICUലാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കെയറുകൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് മേജർ ട്രോമ. ട്രോമ എന്ന് പറഞ്ഞാൽ വലിയ ആഘാതങ്ങൾ അല്ലെ? എന്തൊക്കെയായിരിക്കും മേജർ ട്രോമയിൽ വരുന്ന? എന്തൊക്കെയാ വലിയ ആഘാതങ്ങള്? ഏതൊക്കെയാണ്? ആക്സിഡന്റുകൾ വരാം അല്ലെ? ഏതെങ്കിലും ഉയരത്തിൽ നിന്നും ഫോൾ ചെയ്തത് അല്ലെങ്കിൽ വീണതാവാം, അല്ലെന്നുണ്ടെങ്കിലോ എന്താണ് അക്രമങ്ങൾ അല്ലെ? കുത്തേറ്റ് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങള്. പിന്നെ എന്തൊക്കെയാ ട്രോമയിൽ വരാം? ഒന്നുമില്ലേ? എന്ത് ചെയ്യാതൊന്നും പറയാതെ റെസ്പോണ്ട് ചെയ്യാതെ? വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സംഭവിച്ചവര് അപ്പൊ അങ്ങനെയുള്ളവരാണ് മേജർ ട്രോമയിൽ വരുന്നത്. അപ്പൊ അത് ആക്സിഡന്റ് വഴിയാവാം, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് വീഴ്ചകൾ സംഭവിച്ചവരാവാം അല്ലെ? അപ്പൊ അത് ശരിയാണ്. എന്താണ് വയലൻസ്, അതായത് റേപ്പ് പോലെയുള്ളത്, അങ്ങനെയുള്ള എന്തുമാവാം. അപ്പൊ അവർക്കുള്ള ഒരു വലിയ ആഘാതങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അല്ലെ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് അവർക്ക് ആ ഒരു മേജർ ട്രോമ കണ്ടീഷനിലുള്ളവരാണ്. വലിയ ആഘാതങ്ങൾ സംഭവിച്ചവരെയൊക്കെ നമ്മൾ ICUലാണ് കെയർ കൊടുക്കുന്നത്. അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അവയവമാറ്റ ശസ്ത്രക്രിയകൾ ചെയ്തവര്, കിഡ്നി ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, പിന്നെ എന്താണ് അതുപോലെയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്ത അങ്ങനെയുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ ചെയ്ത കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നത് ICUലാണ്. സെപ്സിസ്. എന്താ സെപ്സിസ്? കേട്ടിട്ടില്ലേ? സെപ്റ്റിക് ആവും, ഇൻഫെക്ഷൻസ് അല്ലെ? ഇൻഫെക്ഷൻസ് വരുന്നതിനെയാണ്. അപ്പൊ നമ്മുടെ ബ്ലഡിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗങ്ങളിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എന്ത് വരും? ഇൻഫെക്ഷൻസ് കടക്കുകയും ആ ഇൻഫെക്ഷൻസ് നമ്മുടെ ഓർഗൻസിനെ കുറച്ചും കൂടിയൊക്കെ ഇൻഫെക്ഷൻ കടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി സീരിയസ് ആവുമ്പോൾ അതെന്താവും? നമ്മുടെ ഓർഗൻസിനെ ബാധിക്കും. നമ്മുടെ ഓർഗൻസിന്റെയും ഇൻഫെക്ഷൻസ് വന്ന് വീർക്കും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് അതും കുറച്ചും കൂടി സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആവുമ്പോൾ എന്താ പറ്റുക? ആ ഓർഗൻസിനെ അത് അഫക്ട് ചെയ്ത് ഓർഗൻസിനെ ഡാമേജ് ചെയ്യാനും ഓർഗൻസ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാതെയൊക്കെ വരും. ഇതാണ് സെപ്സിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന അവസ്ഥ. ഓക്കെ. കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് എന്താ? ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഹൃദയസ്തംഭനം അല്ലെ? ഹാർട്ട് അറ്റാക്ക് പോലുള്ള പേഷ്യൻസിനെ കൊണ്ടുവന്ന ഉടനെ നമ്മൾ ICUലല്ലേ അവർ കെയർ കൊടുക്കുന്നത്. അവരുടെ ആ ഒരു കണ്ടീഷൻ നോർമൽ ആവുന്നത് വരെ നമ്മൾ ICU തന്നെയല്ലേ അവർ കെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻ, ഈ ഹെൽത്ത് കണ്ടീഷനിലുള്ള എല്ലാവരെയും നമ്മൾ എവിടെയാ കെയർ കൊടുക്കുന്നത്? ICUലാണ്. സിവിയർ ബേൺസ്, കഠിനമായിട്ടുള്ള പൊള്ളലുകളേറ്റവര്, റെസ്പിറേറ്ററി ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉള്ളവര്, അതുപോലെ കാർഡിയോ തൊറാസിക് സർജറി, ഓപ്പൺ സർജറി പോലുള്ള ബൈപ്പാസോ വാൽവ് ശസ്ത്രക്രിയകൾ, വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പോലുള്ള ഓപ്പൺ സർജറികൾ ചെയ്തവരെ, പിന്നെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട നട്ടലുമായി ബന്ധപ്പെട്ട സർജറികൾ, കോംപ്ലക്സ് സർജറികൾ ചെയ്തവരെ, അതുപോലെ മേജർ ട്രോമ അല്ലെങ്കിൽ വലിയ ആഘാതങ്ങൾ, ആക്സിഡന്റുകളോ റേപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ മേജർ ട്രോമ അല്ലെങ്കിൽ ആഘാതങ്ങളിൽ ഉൾപ്പെട്ടവര്, അതുപോലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ അവയവമാറ്റ ശസ്ത്രക്രിയകളിൽ ഉൾപ്പെട്ടവര്, അതുപോലെ സെപ്സിസ്, അണുബാധകൾ, വലിയ രീതിയിലുള്ള അണുബാധകൾ കേട്ടോ. അപ്പൊ അത് ഓർഗൻസിനെ അവർ ആ ഇൻഫെക്ഷൻസ്, ചെറിയൊരു ഇൻഫെക്ഷൻ അല്ല, അവരവരുടെ ആ ഓർഗൻസിനെ, ഇന്റേണൽ ഓർഗൻസിനെ വരെ ബാധിച്ച് ആ ഓർഗൻസ് ചിലപ്പോൾ ഡാമേജ്ഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആവുക ആ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ അവരെയൊക്കെ നമ്മൾ ICUലാണ് കെയർ ചെയ്യുന്നത്. നോർമൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ വാർഡിലോ റൂമുകളിലൊക്കെ ആക്കിയാണ് ട്രീറ്റ്മെന്റ് ചെയ്യാറ്. കുറച്ചുകൂടി ഇൻഫെക്ഷൻ കൂടുതലായവരുടെ ഓർഗൻസിനൊക്കെ ഡാമേജ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ICUയുടെ ഉള്ളിൽ തന്നെ വെച്ചാണ് കെയർ കൊടുക്കേണ്ടത്. അതുപോലെ കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ICUയുടെ ഉള്ളിലാണ് കെയർ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് കോമൺ ടൈപ്സ് ഓഫ് ICU.
ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേരെന്താണ്, അതിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും ഉണ്ട്, അതെന്താണെന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ അത് എന്തിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതല്ലാതെ എന്തിനു വേണ്ടി എങ്ങനെയെന്നൊന്നും ചോദിക്കാറില്ല. നിങ്ങൾക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. കോമൺ ടൈപ്പ് ഓഫ് ICU, ഒരു 9 ടൈപ്പ് ഓഫ് ICU ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത് നോക്കി എന്താണെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. അത് ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CICU എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർട്ട് അല്ലെ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റിയോ അതുപോലുള്ള ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഉള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ആക്കുന്ന ICU ആണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങളുള്ള ഹാർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസും ഉള്ള ആളുകൾക്ക് തീവ്ര പരിചരണം കൊടുക്കാനായിട്ട് അവരെ അഡ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ കൊടുക്കുന്ന ICU ആണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഈ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു നോട്ടിന്റെ കൂടെ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. പിന്നീട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി മനസ്സിലായില്ല എന്ന് തോന്നണ്ട, അതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ ഒന്ന് എഴുതി വെച്ചേക്കാം. ജസ്റ്റ് എന്തിനു വേണ്ടി എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് കാർഡിയോ വാസ്കുലാർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, CVTSC ICO. വെരി ഗുഡ്. ഹാർട്ട് ആൻഡ് തൊറാസിക് ക്യാവിറ്റി അല്ലെ. നമ്മൾ പറഞ്ഞു നേരത്തെ ഹാർട്ടും തൊറാസിക് ക്യാവിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റി അല്ലെ, അതിനുള്ളിൽ ലെൻസ് ഉണ്ട്, ഹാർട്ട് ഉണ്ട്, മറ്റ് ഇന്റേണൽ ഓർഗൻസും വെയിൻസും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഓപ്പൺ സർജറികളോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാർട്ടിന് ഒരു സർജറി വരാം. അപ്പൊ നമുക്കറിയാം, നമ്മൾ അതിനുള്ള ഒരു എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ബൈപ്പാസ് സർജറിയോ വാൽവ് സർജറിയോ പോലെയുള്ള സർജറീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എന്താണ് ഈ ഒരു കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് എന്ത് ചെയ്യുന്നത്, കെയർ കൊടുക്കുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റ് ആകുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തീവ്ര പരിശീലനങ്ങളും കൊടുക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് വൺ. തേർഡ് വൺ നോക്കിയേ, ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, GICU, ഗ്യാസ്ട്രോ ഇന്റൻസീവ്. എലിമെന്ററി കനാൽ, അതെ അതെ, മൗത്ത് ടു റെക്ടം അല്ലെ. നമ്മുടെ ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏത് ഭാഗവുമായിട്ട് കണക്ട് ചെയ്യാനാ പറ്റുക? ഏത് ഭാഗമാണ് നമ്മൾ ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്? അതറിഞ്ഞൂടെ? ഏത് ഭാഗമായിട്ട് കണക്ട് ചെയ്യും? നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്യാസ്ട്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എവിടെ, ഏതൊരു ഭാഗത്തേക്ക്? നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമൻ ആ ഭാഗത്തേക്കല്ലേ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വയറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെ, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ GICU. അപ്പൊ നമ്മുടെ ആ ഒരു ഡൈജസ്റ്റീവ് ട്രാക്ടിന് നമ്മുടെ പാൻക്രിയാസ്, നമ്മുടെ ആ ഒരു വയറിന്റെ ഭാഗത്തുള്ള സ്റ്റൊമക്കിന്റെ ഏരിയയിലുള്ളതല്ലേ. അപ്പൊ പാൻക്രിയാസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിങ്ങുകളൊക്കെ വന്നാലോ, അതുപോലെ അക്യൂട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻറ്റസ്റ്റൈനൽ ഫെയിലിയർ പോലത്തെ കാര്യങ്ങൾ, സ്റ്റൊമക്കിനുള്ളിൽ ആ ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അതിനൊക്കെ കൂടുതൽ കെയർ കൊടുക്കാനായിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന ഏരിയയാണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ നമ്മുടെ സ്റ്റൊമക്ക് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാൻക്രിയാസിനോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡിങ്ങുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, അങ്ങനെയുള്ള കേസിലുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് കെയർ കൊടുക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ കെയർ കൊടുക്കുന്ന ഒരു ICU യൂണിറ്റ് ആണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാന്നുള്ളത് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഫോർത്ത് വൺ, മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ MIC. എന്തിനു വേണ്ടിയിട്ടാണ്? അതെ, റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്ലെ, മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെ വരാം അതില്, റെസ്പിറേറ്ററി അല്ലെങ്കിൽ ബ്രീതിങ് പ്രോബ്ലംസിന്റെ കാര്യങ്ങൾ വരാം. അതുപോലെ തന്നെ ഓർഗൻസ്, ഇപ്പൊ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ഒക്കെ ഉള്ളവരില്ലേ, അപ്പൊ അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കേസുകൾ അല്ലെ. അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകൾ വന്നിട്ട് കൂടിയവരോ പോയിസണിങ് ഒക്കെ പറ്റിയവരോ അങ്ങനെയുള്ളവരൊക്കെയാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ MICU. അതപ്പോ ഒരു ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഇപ്പൊ റെസ്പിറേറ്ററി ഫെയിലിയർ വരുന്നവരോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവര്, അതുപോലെ തന്നെ ഇൻഫെക്ഷ്യസ് ഡിസീസസുമായി ബന്ധപ്പെട്ട് വന്നവര്, പോയിസണിങ് ഒക്കെ ആയിട്ട് വന്നവരൊക്കെയാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റുകളിൽ കൂടുതലായിട്ട് കെയർ കൊടുക്കുന്നത്.
Okay, then fifth one ആണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ NICU അല്ലെ. ന്യൂ ബോൺ ബേബീസ് നമുക്കറിയാം. നിയോനേറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ അല്ലെ, ന്യൂ ബോൺ ബേബീസ് അല്ലെ, വളരെ പ്രസവിച്ച അല്ലെങ്കിൽ ഇപ്പൊ മെച്ചൂർ ആയിട്ടുള്ള കുട്ടികളാവാം അല്ലെ, മാസം തികയാതെ പ്രസവിച്ച കുട്ടികളോ അല്ലെങ്കിൽ സിക്ക് ആയിട്ടുള്ള ന്യൂ ബോൺ ബേബീസിനെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഇടമാണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് മാസം തികയാതെ പ്രസവിച്ച കുട്ടികളാവാം, അല്ലെന്നുണ്ടെങ്കിൽ ജനിച്ച ഉടനെ അല്ലെ അധികം സമയമാവാം അല്ലെങ്കിൽ അധികം ദിവസമാവാത്ത ന്യൂ ബോൺ ബേബീസിനെയൊക്കെയാണ് ഈ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നത്. നെക്സ്റ്റ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ന്യൂറോ ഇന്റൻസീവ് കെയർ അതെ സ്പൈനൽ കോഡ്, ബ്രെയിൻ അല്ലെ, ബ്രെയിനൊക്കെ കണക്ട് ചെയ്യുന്നത് നമ്മുടെ സ്പൈനൽ കോഡിലോ ബ്രെയിനിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം സ്ട്രോക്ക് പോലെയുള്ളവയോ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ, അതുപോലെ ബ്രെയിൻ ഇഞ്ചുറീസ് ഉണ്ടാവുകയാണെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ, നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടോ കിട്ടാത്തതുണ്ടെങ്കിൽ? ഓക്കെ, പിന്നീട് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അത് എന്താണെന്ന് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതിന്റെ നോട്ടൊന്നും തന്നെ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമല്ലാത്തത് കൊണ്ടാണ്. ഒത്തിരി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എല്ലാം നോട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു നോട്ടും കൂടി ഒക്കെ പഠിച്ചു വന്നിട്ട് നിങ്ങൾക്ക് എക്സാമിന് അത് ചോദിച്ചിരുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ജസ്റ്റ് അത് എന്താന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ കേട്ടോ. നോക്കി നെക്സ്റ്റ് വൺ പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, PICU. എന്തിനു വേണ്ടിയിട്ടാ? കുട്ടികൾ അല്ലെ, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, നമ്മുടെ പീഡിയാട്രിക് കുട്ടികളൊക്കെ ഉള്ള അമ്മമാരില്ലേ ഇതില്, നമ്മൾ പീഡിയാട്രിഷ്യനൊക്കെ കാണിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാലോ. പീഡിയാട്രിക് അതായത് കുട്ടികൾ അല്ലെ, ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ തീവ്ര പരിശീലനം കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ICU ആണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 8th വൺ ആണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ ഇന്റൻസീവ് ആണ് അതെ, സർജറീസ് ഒക്കെ കഴിഞ്ഞവര്, അതായത് ഇപ്പൊ എന്താണ് ഓർത്തോ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റോപാലനൊക്കെ നമ്മുടെ സർജറീസ് ഒക്കെ ഓർത്തോപീഡിയാറ്റിക് നമ്മുടെ എല്ലുകളുമായി ബന്ധപ്പെട്ട സർജറീസ് ഒക്കെ കഴിയും. അതുപോലെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തില്ലേ, ഇപ്പൊ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നമ്മൾ നടത്തില്ലേ, അതായത് മേജർ ആയിട്ടുള്ള സർജറികളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് അങ്ങനെയുള്ള സർജറികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ SICU-ലാണ് നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു? സർജറിക്ക് ശേഷം അല്ലെ, പോസ്റ്റ് ഓപ്പറേഷണൽ ആണ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നത്? അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയാ? അവരെ കൂടുതലായിട്ട് അവരുടെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നുണ്ടോ, മറ്റേതെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നുണ്ടോ, അവർക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ അവരെ കുറച്ച് ദിവസം അവരെ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് അവരെ വാർഡിലേക്ക് റൂമുകളിലേക്ക് മാറ്റും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സർജറീസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ആളുകളെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ICU ആണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. 9th വൺ ആണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ട്രോമ അല്ലെ, വലിയ ആഘാതങ്ങൾ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, വലിയ ആഘാതങ്ങൾ, ഇപ്പൊ സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറികളോ ആക്സിഡന്റുകൾ വഴി വരുന്ന ഇഞ്ചുറികളോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള താഴേക്ക് വീഴുന്നതോ, അപ്പൊ റേപ്പോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടിപിടി കുത്തു കേസുകളോ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സംഭവിച്ചതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തീവ്ര പരിചരണം കൊടുക്കുന്ന ICU യൂണിറ്റ് ആണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 9 എണ്ണം ക്ലിയർ ആയോ? വേഗം ഒന്ന് നോക്കി. ഫസ്റ്റ് വൺ എന്തായിരുന്നു? നമ്മുടെ കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. കാർഡിയാക് എന്ന് പറയുമ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലംസിലും പ്രോബ്ലം ഉള്ള ആളുകളെ, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രോബ്ലം ഉള്ള ആളുകളെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ കെയർ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യും. രണ്ടാമത് കാർഡിയോ വാസ്കുലർ എന്ന് പറയുമ്പോൾ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓപ്പൺ സർജറി, ഹാർട്ടുമായി ബന്ധപ്പെട്ടോ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു തൊറാസിക് ക്യാവിറ്റി അല്ലെ, ആ ഒരു ഭാഗത്ത് വരുന്ന ഓർഗൻസുമായി ബന്ധപ്പെട്ട് വരുന്ന സർജറികൾ. അപ്പൊ അത് ഏതാണ്? ഓപ്പൺ സർജറി പോലെയുള്ള ബൈപ്പാസ് സർജറി വരാം, വാൽമാറ്റുവരിക്കൽ ശസ്ത്രക്രിയകൾ വരാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സർജറിയൊക്കെയാണ് ആ ഒരു ഭാഗമായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മളിവിടെ കാർഡിയോ വാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പ്രവേശിപ്പിക്കുന്നത്. അതുപോലെ ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് വരുമ്പോൾ എന്താ? നമ്മുടെ വയറുമായി ബന്ധപ്പെട്ട പാൻക്രിയാസോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ബ്ലീഡിംഗ് പോലുള്ള കേസുകൾ, നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് വരാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് സ്ഥാപിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് ഫോമും ഷോർട്ട് ഫോമും നോക്കി വെക്കണം കേട്ടോ.
നെക്സ്റ്റ് വരുന്നതാണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഇത് ജനറൽ ആയിട്ടുള്ളതാണ് അല്ലെ. റെസ്പിറേറ്ററി ഫെയിലിയർ വന്നവർക്കോ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് ഉള്ളവർക്കോ പോയിസണിങ് വന്നവർക്കോ അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകളോ ഉള്ളവർക്കൊക്കെയാണ് ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ഫിഫ്ത് ആണെങ്കിലോ നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രീമേച്ചർ ആയിട്ടുള്ള മാസം തികയാതെ പ്രസവിച്ച കുട്ടികളോ അല്ലെങ്കിൽ ന്യൂബോൺ ബേബീസിനൊക്കെയാണ് നിയോനെറ്റൽ ഇന്റൻസീവ് കെയറിലെ യൂണിറ്റിൽ കൊടുക്കുന്നത്. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പൈനൽ കോഡുമായി ബന്ധപ്പെട്ട് ബ്രെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബ്രെയിൻ ട്യൂമറുകൾ, ബ്രെയിൻ ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ളവയൊക്കെയാണ് ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത്. പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ് അറിയാലോ, കുട്ടികൾ അല്ലെ, ചെറിയ കുട്ടികൾ 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അവരെ നോക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഇടമാണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്താണ്? സർജറീസ് ചെയ്തതിനു ശേഷം അല്ലെ, ഓർത്തോപീഡിക് സർജറി ആവാം അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി പോലുള്ള സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് വേണ്ടി പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒബ്സർവേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ കെയർ കൊടുക്കുന്ന സ്ഥലമാണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആകുമ്പോൾ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസിന് അല്ലെ, ഇപ്പൊ ആക്സിഡന്റുകൾ വഴി സിവിയർ ഇഞ്ചുറി വന്നവരായിരിക്കും അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വീഴ്ച പറ്റിയവരായിരിക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും അടിപിടി കുത്തു കേസുകളോ അല്ലെങ്കിൽ അടിപിടി കേസുകളിലോ ഉൾപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ റേപ്പോ അതുപോലെയുള്ള മേജർ ട്രോമ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സംഭവിച്ചിട്ടൊക്കെയാണ് ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നത്, കെയറുകൾ കൊടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ് എങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ ടേംസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, നമുക്കൊരു 4 പേജൊക്കെ ഉള്ളൂ ആ ഒരു ചാപ്റ്റർ. ആകെ ചെറിയ ചാപ്റ്റർ ആണ്, വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നുള്ള കാര്യങ്ങളില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.